ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ആരാ വന്നിരിക്കുന്നത്? ആ പയ്യന് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടി. പഠിക്കാൻ മടുക്കനാ. പക്ഷെ വീട്ടിൽ വലിയ കഷ്ടാ. വല്യമ്പുര അയച്ചതാ. പക്ഷെ നമുക്കെങ്ങനെ സഹായിക്കാൻ പറ്റുക? ഇപ്പൊ തന്നെ ഒരുപാട് പൈസ ഇങ്ങനെ ചെലവാക്കുന്നുണ്ട്. നമ്മുടെ അവസ്ഥ പറഞ്ഞപ്പോൾ തമ്പുരാൻ തന്നെ പറഞ്ഞ് സഹായിക്കണ്ടാന്ന് പറഞ്ഞു വിട്ടേക്കട്ടെ സാർ. വേണ്ട, അച്ഛൻ അയച്ചല്ലേ. വൈകിട്ട് ബംഗ്ലാവിൽ വന്ന് എന്നെ ഒന്ന് കാണാൻ പറ. ശരി സാർ. ആരാത്? ചോദിച്ചു കേട്ടില്ലേ? നമസ്കാരം സാർ. ഞാൻ സഹായിക്കുന്ന കാര്യം ആരോടും പറയണ്ട. പ്രവീൺ സാറിനെ ദൈവം അനുഗ്രഹിക്കും. അത്രയ്ക്ക് വലിയ ദയവാ ഞങ്ങളോട് കാണിക്കുന്നത്. ശരി, പോയിട്ട് വരും. ഹലോ ഏട്ടാ, ഇത് ഞാനാ. ഏട്ടൻ അത്യാവശ്യമായിട്ട് കൊട്ടാരം വരെ ഒന്ന് വരണം. സോറി പ്രീതു, ഇവിടെ എസ്റ്റേറ്റിൽ ഒരു 100 കൂട്ടം കാര്യങ്ങൾ കിടക്കുക. വന്നിട്ട് വേണേ പെട്ടെന്ന് പോയിക്കോ. പക്ഷെ എനിക്ക് നേട്ടന് കണ്ടേ പറ്റൂ. ശരി, നോക്കട്ടെ. താങ്ക് യു ഏട്ടാ. ഇങ്ങനൊരു സാധനം ഞാനും ആദ്യമായിട്ട് കാണുക. ഇത് അയാളുടെ കയ്യിൽ നിന്ന് വീണാന്ന് ഏട്ടനെന്താ എത്ര ഉറപ്പ്? അല്ലാണ്ട് ഇങ്ങനൊരു വസ്തു അവിടെ വരില്ല. മാത്രമല്ല, അവൻ ഇനിയും വരും. അതും എനിക്ക് ഉറപ്പാ. അത് പോട്ടെ, നീ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞു? അത് അച്ഛൻ ഇന്നലെ ഒരു കാര്യം സംസാരിച്ചു. കിഷോറുമായിട്ടുള്ള എന്റെ വിവാഹ കാര്യം. ആ, ഇതിനായിരുന്നു നീ എന്നെ വിളിച്ചു വരുത്തത്? അതൊക്കെ നേരത്തെ നിശ്ചയിച്ച കാര്യങ്ങളല്ലേ. ഹൈദരാബാദിൽ നിന്ന് ട്രെയിനിങ് കഴിഞ്ഞ് കിഷോർ വരാൻ കാത്തിരിക്കുക ഇവിടെ എല്ലാവരും, നിങ്ങളുടെ കല്യാണം നടത്താൻ. അതറിയാവുന്നതുകൊണ്ടാ ഏട്ടനോട് ഞാൻ വരാൻ പറഞ്ഞ്. കിഷോറിനെ വിവാഹം കഴിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ വേറൊരാളെ സ്നേഹിക്കുന്നുണ്ട്. നീ എന്താ പറഞ്ഞ? പ്ലീസ് ഏട്ടാ, ഏട്ടൻ എന്നെ സഹായിച്ചേ പറ്റൂ. ഈ കാര്യത്തിൽ എനിക്കെന്നല്ല ആർക്കും നിന്നെ സഹായിക്കാൻ പറ്റില്ല. കാരണം നീ ഒരു സാധാരണ പെൺകുട്ടിയല്ല. ഈ കൊട്ടാരത്തിലെ രാജകുമാരിയാണ്, ദി റോയൽ പ്രിൻസസ്. നിന്നെ ആര് കല്യാണം കഴിക്കണം തീരുമാനിക്കുന്നത് നീയോ ഞാനോ അല്ല. അതിന് നൂറ്റാണ്ടുകളായി തെറ്റിക്കാത്ത മുറയും കീഴ്വഴക്കവുമുണ്ട്. അതനുസരിച്ച് നീ കിഷോറിനെ വിവാഹം ചെയ്തേ പറ്റൂ. അതിന് കൊട്ടാരത്തിലെ മുറയും കീഴ്വഴക്കും തെറ്റിക്കണമെന്ന് ആരാ പറഞ്ഞേ? മുറപ്രകാരം എന്റെ മേൽ അവകാശമുള്ള ആളെ തന്നെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. ആരെ? വിവേകിനെയാണോ നീ ഉദ്ദേശിക്കുന്നത്? എന്താ, വിവേക് എന്റെ മുറച്ചെറുക്കനല്ലേ? അതുകൊണ്ട് മാത്രം എല്ലാം ആയോ? പണ്ട് ഈ കൊട്ടാരത്തിലെ മുറയും കീഴ്വഴക്കവും തെറ്റിച്ച് ഒരു താഴ്ന്ന ജാതിക്കാരനെ കല്യാണം കഴിച്ചതാ വിവേകിന്റെ അമ്മ. അന്നേ അവനും അവന്റെ അമ്മയ്ക്കും ഈ കൊട്ടാരത്തിലെ എല്ലാ അവകാശങ്ങളും നഷ്ടപ്പെട്ടതാ. എന്നിട്ടും ആ പെങ്ങളോട് പൊറുക്കാൻ തയ്യാറായത് നമ്മുടെ അച്ഛന്റെ വലിയ മനസ്സ്. ആ ഔദാര്യം പറ്റി വളർന്നവൻ ഇപ്പൊ നിന്റെ മേൽ അവകാശം ഉന്നയിക്കാന്ന് വെച്ചാ അതവൻ നമ്മുടെ അച്ഛനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാ. കഷ്ടം, എന്റെ ഏട്ടൻ ഇത്ര പഴഞ്ചനായി പോയല്ലോ. ബന്ധം കൊണ്ട് വിവേകും കിഷോറും നമുക്ക് ഒരുപോലെയല്ലേ? രണ്ടുപേരും എന്റെ മുറച്ചെറുക്കന്മാരുവാ. പക്ഷേ ഞാൻ ഇഷ്ടപ്പെട്ടു പോയത് വിവേകിനെയാ. അങ്ങനെ ഇഷ്ടപ്പെടാൻ മാത്രം എന്തും എടുക്കാവനുള്ളത്? ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇന്ന് വരെ അവന് കിഷോറിന്റെ ഒപ്പം എത്താൻ കഴിയുന്നുണ്ടോ?
ഏത് കാര്യത്തിലെ പിന്നിലായിട്ടുള്ളത്? കിഷോറിനെ പോലെ തന്നെ വിവേകം IPS എടുത്തില്ലേ? ആ കഥയൊന്നും പറയണ്ട. IPS ട്രെയിനിങ്ങിൽ അവൻ വെറും 7ാം കൂലിയാ. കിഷോറ് ഗോൾഡ് മെഡലിസ്റ്റും. അതൊക്കെ പോട്ടെ. ചെറുപ്പം മുതലേ നീ കിഷോറിനുള്ളതാണെന്ന് പറഞ്ഞു മോഹിപ്പിച്ചിട്ട് ഇനി മറിച്ച് പറയുമ്പോൾ അവന്റെ വേദന എന്തായിരിക്കും? അപ്പൊ എന്റെ വേദനയോ? കുഞ്ഞുനാള് മുതൽ മനസ്സിൽ കൊണ്ട് നടന്ന ഒരാളെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്ന വേദന ഞാൻ ആരോടെ പറയണ്ടേ? എന്റെ ഏട്ടനോടും അച്ഛനോടും അല്ലാണ്ട്. കുഞ്ഞുനാളിലെ ഏട്ടനും കിഷോറൊക്കെ കളിക്കുമ്പോ പോലും കൂടെ കൂട്ടുമായിരുന്നു വിവേകിനെ. അന്നൊക്കെ പാവം മാറിയിരുന്ന് കരയുമ്പോ സങ്കടം കൊണ്ട് ഞാനും കൂടെ പോയിരുന്ന് കരഞ്ഞിട്ടുണ്ട്. അന്ന് മുതലുള്ള എന്റെ വാശിയായിരുന്നു വിവേക് ആരുടെ മുന്നിലും തോൽക്കരുതെന്ന്. വിവേകിന് ഇഷ്ടമുണ്ടായിട്ടല്ല ഞാൻ നിർബന്ധിച്ചിട്ട വിവേക് IPS എടുത്തത്. കാരണം എന്റെ വിവേക് കിഷോറിന്റെന്നല്ല, ആരുടെ മുന്നിലും ചെറുതാകാൻ പാടില്ല. ഇനി ഏട്ടൻ തന്നെ പറ, കൊട്ടാരത്തിലെ കീഴ്വഴക്കങ്ങളാണോ അതോ എന്റെ സന്തോഷമാണോ ഏട്ടന് വലുതെന്ന്? എനിക്കറിയില്ല കുട്ടി, നിന്നെ എങ്ങനെ സഹായിക്കാൻ പറ്റിയെന്ന്. പക്ഷേ നീ ഒന്നും ഓർത്തോ, ഏട്ടൻ എപ്പോഴും വലുത് നിന്റെ സന്തോഷം തന്നെയാ. തൽക്കാലം ഇത് അച്ഛനും കൊട്ടാരത്തിൽ ആരും അറിയണ്ട. സമയവും സന്ദർഭവും വരുമ്പോൾ ഞാൻ തന്നെ പറയാം. പിന്നെ ഹൈദരാബാദ് വിളിച്ച് അവനോടൊന്ന് പറ, നാളെ എന്നെ ഒന്ന് വിളിക്കാം. ഹലോ, വിവേക് ശങ്കർ IPS. ഞാനാ. ഇന്നെന്താ ഓഫീസിൽ പോവാത്തെ? അത് പിന്നെ ഞാനിന്ന് പോയില്ല. എന്താ പ്രശ്നം? പറയേ. ഞാനൊരു കാര്യം പറഞ്ഞ പ്രീതു ശാന്തമായിട്ട് കേൾക്കണം. ഞാൻ ഈ IPS രാജിവെക്കാൻ പോവാ. എന്തായി പറയണേ? IPS രാജിവെക്കേ? എടീ, എനിക്ക് ചേരാത്ത വേഷം അത്. നിനക്കറിയാലോ, പോലീസ് ആവാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാ ഞാൻ. നിന്റെ ഒരൊറ്റ ആളുടെ നിർബന്ധം കൊണ്ടാ ഞാൻ ഈ ചേരാത്ത വേഷം കിട്ടിയത്. ചേരാത്ത വേഷം ആരാ പറഞ്ഞേ? ആരാ പറയാത്തത്? ഒരു പോലീസ് ഓഫീസർക്ക് വേണ്ട അന്വേഷണ ബുദ്ധിയോ പേഴ്സണാലിറ്റിയോ ഒന്നും എനിക്കില്ല. ഞാൻ ഈ യൂണിഫോം ഇട്ടുകൊണ്ട് നടക്കുന്ന കണ്ടാ തന്നെ ഒരുമാതിരി കോമാളി ലുക്ക. വേണമെന്ന് വെച്ച വിവേകിന് നല്ലൊരു ഓഫീസർ ആകാൻ കഴിയും. അതിന് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒക്കെ ഒന്ന് മാറ്റാന്നുള്ളതാ. നമ്മുടെ കല്യാണക്കാരി വരുമ്പോ കിഷോറിനോട് പിടിച്ചു നിൽക്കണമെങ്കിലേ വിവേകിന് IPS ഉണ്ടായേ പറ്റൂ. അതുകൊണ്ട് IPS രാജിവെക്കുന്ന കാര്യം ചിന്തിക്കേ വേണ്ട. അതല്ല പ്രീതു, ഈ കേസ് അന്വേഷണം എന്നൊക്കെ പറഞ്ഞ എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള കാര്യമില്ല. കിഷോറിനൊക്കെ ഉള്ള പോലത്തെ ഒരു ബ്രില്യൻസ് എനിക്കില്ല. അതിന് എനിക്ക് വേണ്ടത് കിഷോറിനെ പോലത്തെ ഒരു റൂത്ത്ലെസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് മെഷീനെ അല്ല, മനസ്സ് നിറയെ നന്മയുള്ള ഒരു പാവം പോലീസുകാരനെയാ. അത് വിവേകിന് വേണ്ടോളം ഉണ്ട്. പിന്നെ ഞാൻ ഇന്നലെ നമ്മുടെ കാര്യം ഏട്ടനോട് പറഞ്ഞു. പ്രശ്നമാണ്, എന്നാലും ഏട്ടൻ കൂടെ നിൽക്കാന്ന് സമ്മതിച്ചിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഇപ്പൊ തന്നെ ഏട്ടനെ ഒന്ന് വിളിക്കണം. അത് ഞാൻ രാത്രി വിളിച്ചോളാം. എന്താ ഇപ്പൊ വിളിച്ചാല്? അയ്യോ, ഇന്ന് രാവിലെയാണ് കിഷോറിന് ഗോൾഡ് മെഡൽ കൊടുക്കുന്ന ഫംഗ്ഷൻ. ഞാൻ ഇപ്പൊ തന്നെ ലേറ്റാ. എന്ന് വേഗം ചെല്ല്. പക്ഷെ രാത്രി മറക്കാതെ ഏട്ടനെ വിളിക്കണം. ഓക്കേ, ബൈ. And finally, this year's police training medal goes to Kerala cadre. The winner is Kishore Verma. ഹലോ. പ്രീതു, ഞാനാ കിഷോർ. മൈ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ഫംഗ്ഷൻ പാർട്ടിയൊക്കെ കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞില്ല, നടന്നോണ്ടിരിക്കുക. ഞാൻ മുങ്ങിയതാ, നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് വിളിക്കാൻ. അച്ഛൻ പുറത്തു പോയിട്ട് വന്നില്ലല്ലോ. അമ്മാവനെ അല്ല, എനിക്ക് വേണ്ട പ്രീതുവിനെ. പ്രീതു ഇന്നിവിടെ വേണമായിരുന്നു. എനിക്ക് മെഡൽ കിട്ടിയപ്പോ മനസ്സ് നിറയെ പ്രീതുവായിരുന്നു. ഹലോ, എന്താ ഒന്നും മിണ്ടാത്തെ? പ്രീതു, ഞാൻ പിന്നെ വിളിക്കാം. ഗുഡ് നൈറ്റ്. പിന്നെ ഞാൻ ഇന്നലെ നമ്മുടെ കാര്യം ഏട്ടനോട് പറഞ്ഞു. പ്രശ്നമാണ്, എന്നാലും ഏട്ടൻ കൂടെ നിൽക്കാന്ന് സമ്മതിച്ചിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഇപ്പൊ തന്നെ ഏട്ടനെ ഒന്ന് വിളിക്കണം.
ഇൻക്വസ്റ്റ് കഴിഞ്ഞാൽ ഉടൻ ബോഡി ലാബിലേക്ക് മാറ്റാം. എന്റെ അനുവാദമില്ലാതെ ആരെയും അകത്തേക്ക് വിടരുത്. സർ. ഹലോ അച്ഛാ, ഞങ്ങൾ വന്നോണ്ടിരിക്കുക. നിങ്ങൾ എവിടെ എത്തി? ആ, നീ വന്നോന്ന് ഇപ്പോഴും ചോദിച്ചേ ഉള്ളൂ ഏട്ടൻ തമ്പുരാൻ. അച്ഛാ, അമ്മാവനും പ്രീതവും. ആ, അതൊക്കെ വന്നിട്ട് പറയാം. ആ, ഓക്കെ. നിക്കിയ അകത്തേക്ക് ആരെയും വിടണമെന്ന് തമ്പുരാൻ പറഞ്ഞിരിക്കണേ. വന്നിരിക്കുന്നത് കൃഷ്ണപ്രസാദെന്ന് പറയും. ഏട്ടൻ തമ്പുരാൻ ഇപ്പൊ ആരും കാണുന്നില്ല എന്ന് പറഞ്ഞു. അവിടെ കാണാൻ പോയി നിൽക്കുക. വാ മക്കളെ. കിഷോറിനോട് മാത്രമായിട്ടൊന്ന് സംസാരിക്കണം. പ്രീത് പറഞ്ഞപ്പോൾ വിളിച്ചിരുന്നെങ്കിൽ എനിക്ക് പ്രവീണുമായിട്ട് അവസാനമായിട്ടൊന്ന് സംസാരിക്കെങ്കിലും ചെയ്യായിരുന്നു. ഇതിപ്പോ നമുക്കിനി ചെയ്യാൻ പറ്റുന്നത് ഇത് ചെയ്ത ആളെ കണ്ടുപിടിക്കുക എന്നുള്ളതാ. അമ്മാവന്റെ ആഗ്രഹം ഈ കേസ് ഞങ്ങൾ അന്വേഷിക്കണമെന്നാ. ഹോം മിനിസ്റ്ററെ വിളിച്ച് അതിനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തു കഴിഞ്ഞു. ഞങ്ങളിപ്പോ പോകുന്ന IG ഓഫീസിലേക്കാ ചാർജ് എടുക്കാൻ. വിവേക്, വാ. ഡിപ്പാർട്ട്മെന്റ് പ്രത്യേക താല്പര്യമെടുത്ത് അതുങ്ങളെ കേസ് ഏൽപ്പിച്ചിരിക്കുന്നത്. കാരണം ഇതൊരു കുഴപ്പം പിടിച്ച കേസാ. പോരാത്തതിന് മരിച്ചത് നിങ്ങളുടെ ബന്ധുവും. ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. പുറത്തു നിന്നുള്ള ആരുടെയും ഫിംഗർ പ്രിന്റ്സ് കിട്ടിയിട്ടില്ല. പിന്നെ പോലീസ് നായ്ക്ക് മണം കിട്ടാതിരിക്കാൻ അവിടെ എന്തോ പെർഫ്യൂം തളിച്ചിട്ടുമുണ്ട്. അത് ചെയ്തത് ആരായാലും വളരെ സമർത്ഥമായിട്ടാണ് തെളിവുകൾ നശിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ഒന്നുണ്ട്, എത്ര സമർത്ഥമായി തെളിവുകൾ നശിപ്പിച്ചാലും കുറ്റവാളി ആരാണെന്നറിയാൻ ദൈവം ഒരടയാളം ബാക്കിയിട്ടേക്കും. നമ്മളൊക്കെ അതിനെ ദൈവത്തിന്റെ വിരലടയാളം എന്ന് വിളിക്കും. അത് കണ്ടെത്താൻ കഴിയുന്നിടത്താണ് നിങ്ങളുടെ വിജയം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. തെളിവ് നശിപ്പിക്കുക എന്നതായിരുന്നു കൊലയാളിയുടെ ഉദ്ദേശം. കാരണം പെട്രോളിനോടൊപ്പം വെജിറ്റബിൾ ഓയിലും ചേർത്താണ് ബോഡി കത്തിച്ചിരിക്കുന്നത്. പെട്രോളിൽ വെജിറ്റബിൾ ഓയിൽ ചേർത്താൽ അസ്ഥികൾ പോലും കത്തിച്ചാമ്പലായി പോകും. ഏതായാലും കൊലയാളി അതിസമർത്ഥനാണ്. അയാൾ ശരിക്കും നമ്മളെ ചലഞ്ച് ചെയ്തിരിക്കുക. ഇവിടെ മാത്രമല്ല, കൊല നടന്ന മുറിയിലും ഒരു തെളിവും ബാക്കി വെച്ചിട്ടില്ല. വരൂ. മരിക്കുന്ന സമയത്ത് പ്രവീൺ കിടന്നത് അവിടെയാണ്. കാരണം അവിടെയാണ് കൂടുതൽ രക്തം തളം കെട്ടി കിടക്കുന്നത്. അവിടുന്ന് ബോഡി വലിച്ചാണ് പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. കൊലയാളി മിക്കവാറും ഒറ്റയ്ക്കാവാനാ സാധ്യത. കാരണം ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ബോഡി വലിച്ചോണ്ട് പോവില്ല, എടുത്തോണ്ടേ പോകുമായിരുന്നുള്ളൂ. ഇതിന്റെ മെറ്റീരിയൽ ബേക്ക്ലൈറ്റ് വിഭാഗത്തിൽപ്പെട്ട പ്ലാസ്റ്റിക്കാ. കത്തി, കടാര തുടങ്ങിയ ആയുധങ്ങളുടെ പിടി ഉണ്ടാക്കാൻ വേണ്ടി സാധാരണ ഇത് ഉപയോഗിക്കും.
ഇതൊരു പക്ഷേ കൊലയാളി കൊണ്ടുവന്ന ആയുധത്തിൽ നിന്നും ഇളകി വീണതാവാൻ സാധ്യതയുണ്ട്. ഇത് നോക്കൂ. ആ പ്രദേശത്തുള്ള ചിലരെ ഞാൻ ചോദ്യം ചെയ്തിരുന്നു. മഴ പെയ്യാൻ തുടങ്ങിയ രാത്രി 11 മണിക്കാ. അതേസമയം 10:30 വിവേക് ഫോൺ ചെയ്യുമ്പോൾ ഫോൺ ഇറക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ കൊല നടന്നത് ഏതാണ്ട് ഒരു 10നും 10:30ക്കും ഇടയ്ക്കായിരിക്കണം. പക്ഷേ എന്നെ അലട്ടുന്നൊരു പ്രശ്നമുണ്ട്. പ്രവീണിന്റെ അരക്കെട്ടിലെ അസ്ഥിയാണിത്. ഇതിനെന്തോ പ്രത്യേകത ഉള്ളതുപോലെ. കേസിന്റെ ഒരു സാധ്യതയും വിട്ടുകളയരുത്. തുടക്കത്തിൽ എല്ലാവരെയും സംശയിക്കണം. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വേണം ഓരോരുത്തരെയായിട്ട് ഒഴിവാക്കാൻ. അവശേഷിക്കുന്നത് എത്ര അവിശ്വസനീയമാണെങ്കിലും അതായിരിക്കും സത്യം. ഞാനിതൊക്കെ പറയുന്നത് നിങ്ങളും കൊട്ടാരത്തിലെ അംഗങ്ങളായതുകൊണ്ടാ. തുറന്ന മനസ്സോടെ വേണം നിങ്ങൾ രണ്ടുപേരും ഈ കേസിനെ സമീപിക്കാൻ. കൊട്ടാരത്തിലുള്ള എല്ലാവരെയും ചോദ്യം ചെയ്യണം, ബന്ധുക്കൾ ഉൾപ്പെടെ. കാരണം ബിഫോർ യു ലുക്ക് അറ്റ് ദ ഔട്ട്ലോസ് യു മസ്റ്റ് ലുക്ക് അറ്റ് ദ ഇൻലോസ്. ഈ മരണത്തിൽ നിങ്ങളെക്കാളൊക്കെ വേദനിക്കുന്നത് ഞാനാ. പ്രവീൺ എന്റെ ബന്ധുവായതുകൊണ്ടോ ബിസിനസ് പാർട്ണർ ആയതുകൊണ്ടോ അല്ല. അവൻ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. ബിസിനസ്സിൽ പ്രവീണിന് ശത്രുക്കളാരെങ്കിലും? ഇല്ല. എന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രോബ്ലംസ്? എന്റെ അറിവിലില്ല. പിന്നെ അതൊക്കെ എന്നേക്കാൾ നന്നായിട്ട് അറിയാവുന്നത് കമ്പനി അക്കൗണ്ടന്റ് ജയകൃഷ്ണനാണ്. താങ്ക് യു മിസ്റ്റർ മുരളിമോഹൻ. ഓക്കെ. നമ്മൾ ബന്ധുക്കളായത് മാത്രമല്ല, ഒരു ക്രിമിനൽ വക്കീൽ എന്ന നിലയിലും താങ്കളുടെ സഹായം ഞങ്ങൾക്ക് വേണം. തീർച്ചയായും. നിങ്ങളല്ലേ അക്കൗണ്ടന്റ് ജയകൃഷ്ണൻ? അതെ സാർ. പ്രവീണിന് സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല സാർ, എല്ലാ കമ്പനികളും ലാഭത്തിലാണ്. നിങ്ങളോടൊക്കെ പ്രവീൺ എങ്ങനെയായിരുന്നു? അച്ഛൻ തമ്പുരാന്റെ അതേ സ്വഭാവം. എല്ലാരും സഹായിക്കും. ഒരുപാട് ആൾക്കാർ സഹായം ചോദിച്ചു വരാറുണ്ട്. സഹായം എന്ന് വെച്ചാ? അധികവും സാമ്പത്തിക സഹായ. പക്ഷേ ഈ ഇടയായി സഹായം ചോദിച്ചു വന്ന പലരെ അധികം മടക്കി അയച്ചിരുന്നു. എന്താ കാരണം? ഈ വർഷം എക്സ്പോർട്ട് ബിസിനസ്സിൽ ഉദ്ദേശത്തിൽ ലാഭം കിട്ടിയില്ല. ഈ അടുത്ത ദിവസങ്ങളിൽ സംശയിക്കത്തക്കതായി എന്തെങ്കിലും ഉണ്ടായോ? അങ്ങനെ ചോദിച്ചാ ഒരു സംഭവമുണ്ട്. കുറച്ചു ദിവസം മുമ്പ് അദ്ദേഹത്തിന്റെ മുറിയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്നു കണ്ടു. കരഞ്ഞോണ്ടോ? എന്ന് വെച്ചാ അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അയാളെ കണ്ടാ നിങ്ങൾ തിരിച്ചറിയോ? അറിയും സാർ. അയാൾ വന്നത് എന്നാണെന്ന് ഓർമ്മയുണ്ടോ? ദിവസം കൃത്യമായിട്ട് ഓർക്കണില്ല. ഏതായാലും 2 ആഴ്ചക്കുള്ളില്ല. അന്ന് ഉച്ച കഴിഞ്ഞ ഒരു 3 മണി സമയത്ത്. ഓ. നിങ്ങൾക്ക് ഇവിടെ വിസിറ്റേഴ്സ് രജിസ്റ്റർ ഇല്ലേ? ഉണ്ട് സാർ. അതിൽ എന്തൊക്കെ വിവരങ്ങളാണ് രേഖപ്പെടുത്തുക? സന്ദർശകരുടെ പേരും അഡ്രസ്സും പിന്നെ ഫോൺ നമ്പറും. കഴിഞ്ഞ 2 ആഴ്ച കാലത്ത് ഇവിടെ വന്ന എല്ലാ സന്ദർശകരുടെയും ലിസ്റ്റ് വേണം, ഉടനെ തന്നെ. ഇപ്പൊ തരാം സാർ. ആ ലിസ്റ്റിലെ ചെറുപ്പക്കാരായിട്ടുള്ള എല്ലാവരും കണ്ടുപിടിക്കണം. എന്നിട്ട് അവരറിയാതെ അവരുടെ ഫോട്ടോ എടുക്കണം. ഓക്കെ സാർ. ഇതാണ് സാർ ലിസ്റ്റ്. മൊത്തം 47 പേരുണ്ട്. നമ്പർ 1 ചന്ദ്രശേഖരൻ. ഇയാളാണോ? അല്ല. ഇയാള് തന്നെ, എനിക്ക് ഉറപ്പാ. എന്താ ഇയാളുടെ പേര്? ദേവരാജ് വാര്യർ. അത് വില്യംബ്രാൻ പറഞ്ഞിട്ടാ ഞാനന്ന് പ്രവീൺ സാറിനെ കാണാൻ ചെന്നത്. എന്തിനായിരുന്നു അത്? എന്റെ അനിയത്തി ദീപയ്ക്ക് വേണ്ടി. അവള് കലാമണ്ഡലത്തിൽ പഠിച്ചതാ. മദ്രാസിൽ പോയി നൃത്തത്തിൽ ഉപരിപഠനം നടത്തണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. പക്ഷെ അതിനുള്ള സാമ്പത്തിക ശേഷി ഞങ്ങൾക്കില്ല. ഒരു ദിവസം ഞങ്ങൾ പോയി വല്യംബ്രാനെ കണ്ട് സഹായം ചോദിച്ചു. അവളുടെ പഠനത്തിന് ആവശ്യമായ എല്ലാ ചെലവുകളും അദ്ദേഹം വഹിച്ചോളാന്ന് പറഞ്ഞു. പ്രവീൺ സാറിന്റെ ഓഫീസിൽ വന്ന് പണം വാങ്ങിച്ചോളാനാ അദ്ദേഹം പറഞ്ഞത്. അതനുസരിച്ചാ ഞാൻ ഓഫീസിൽ ചെന്നത്. പക്ഷേ സാറ് പറഞ്ഞു പൈസ തരാൻ പറ്റില്ലെന്ന്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അറിയില്ല സാർ. പ്രവീൺ സാറിന്റെ ആ പെരുമാറ്റം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. കാരണം ഞങ്ങൾ അതുവരെ കണ്ട ആളെ ആയിരുന്നില്ല അന്ന്. സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ആകെ ഒരു വ്യത്യാസം. നിങ്ങൾ എന്തിനാ കരഞ്ഞത്? എന്റെ പെങ്ങളുടെ നിർഭാഗ്യം ഓർത്തിട്ടാണ് സാർ ഞാൻ കരഞ്ഞേ. യാത്രയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി അവള് കാത്തിരിക്കായിരുന്നു. ഞാൻ കാല് പിടിച്ച് കരഞ്ഞിട്ടും അദ്ദേഹം ഞങ്ങളോട് കനിഞ്ഞില്ല. ആ സമയത്ത് പ്രവീണിന്റെ മുറിയിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല സാർ. പക്ഷേ പ്രവീൺ സാർ ആകെ അസ്വസ്ഥനായിരുന്നു. നിങ്ങൾ സംസാരിക്കുന്നതിനിടയ്ക്ക് പ്രവീണിനെ ആരെങ്കിലും ഫോൺ ചെയ്തിരുന്നോ? ഓ സാർ, ഒരു ഫോൺ വന്നിരുന്നു. ആരാ വിളിച്ചെന്ന് മനസ്സിലായോ? ഇല്ല സാർ. പക്ഷേ എന്താണ്? പറയൂ. ഒരുപക്ഷെ എന്റെ തോന്നലാവും. എന്നാലും
ആ ഫോൺ വന്നതിന് ശേഷം പ്രവീൺ സാർ ആരും ഭയപ്പെടുന്ന പോലെ തോന്നി. ആരെയാവും പ്രവീൺ ഭയന്നിരിക്കുക? അങ്ങനെ ഒരു ഫോൺ പ്രവീണിന് വന്നിട്ടുണ്ടെങ്കിൽ അത് കൃഷ്ണപ്രസാദിൻ്റെതാകാനേ വഴിയുള്ളൂ. കാരണം അവന്റെ വരവോടെയാണ് പ്രവീൺ അസ്വസ്ഥനാകാൻ തുടങ്ങിയത്. 4 മാസം മുമ്പാ അവൻ തമ്പുരാനെ കാണാൻ ആദ്യമായി കൊട്ടാരത്തിലെത്തി. അന്ന് അവനും പ്രവീണുമായി വഴക്കുണ്ടാകുകയും ചെയ്തു. നിന്നെ കണ്ടുപോകരുത്. എന്നെ പുറത്താക്കിയോണ്ടോ ബേളം വെച്ചോണ്ടോ സത്യസത്യം അല്ലാണ്ടാവില്ല. എനിക്കിവിടുത്തെ സ്വത്തോ പണം ഒന്നും വേണ്ട. ഞാൻ അങ്ങയുടെ മകനാണെന്ന് അംഗീകരിച്ച മാത്രം മതി എനിക്ക്. വീണ്ടും അനാവശ്യം പറയുന്നു. മേലിൽ കാര്യം പറഞ്ഞ് ഇവിടെ വരരുത്. അച്ഛൻ പറഞ്ഞ കേട്ടില്ലേ? ഇറങ്ങി പോടാ പുറത്ത്. കണ്ട തന്തയില്ലാത്തവന്മാർക്കൊക്കെ കേറി നിറങ്ങാനുള്ളല്ലേ കൊട്ടാരം. നീ എന്താണ് പറഞ്ഞത്? ഇറങ്ങിപ്പോ പുറത്ത്. തീർന്നു എന്ന് വിചാരിക്കണ്ട. ഞാൻ ഇനിയും വരും. എന്നെ തന്തയില്ലാത്തവനെന്ന് വിളിച്ചവരെ കൊണ്ട് തമ്പുരാനെന്ന് വിളിപ്പിക്കും. അതിനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അവന്റെ വാക്കുകൾ വെറും വാക്കായിട്ട് എനിക്ക് തോന്നിയില്ല. അവന്റെ വരവ് യാദൃച്ഛികവുമല്ല. എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് മാത്രം ഈ കൊല നടത്തിയത് അവനാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ പ്രവീൺ മരിച്ചാൽ ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്ന ആളാ കൃഷ്ണപ്രസാദ്. കാരണം തമ്പുരാൻ അവനെ മകനായി അംഗീകരിച്ചാൽ അവൻ പ്രവീണിന്റെ ജ്യേഷ്ഠനാകും. അപ്പോൾ പിന്നെ തമ്പുരാന്റെ കാലശേഷം കൃഷ്ണപ്രസാദ് ആയിരിക്കും അടുത്ത തമ്പുരാൻ. മറ്റാർക്കെങ്കിലും രാജപദവി വിട്ടുകൊടുക്കാൻ പ്രവീണിനൊട്ടും ഇഷ്ടവുമല്ലായിരുന്നു. അതേ തുടർന്നുണ്ടായ വഴക്കായിരിക്കാം ഒരുപക്ഷേ കൊലപാതകത്തിൽ ചെന്ന് അവസാനിച്ചത്. അമ്മാവനറിയോ ഈ കൃഷ്ണപ്രസാദിന്റെ അമ്മയാരാണെന്ന്? അതിവിടെ ആർക്കും അറിയില്ല. പിന്നെ അറിയാൻ സാധ്യതയുള്ള ഒരാളേ ഉള്ളൂ. തമ്പുരാന്റെ ഏറ്റവും വലിയ ചങ്ങാതി കുട്ടൻ തമ്പുരാൻ. പൊരണ്ടിപ്പറിയാണെന്ന് വിചാരിച്ച് ദോശക്കല്ലി കയറിയിരുന്ന് ആ പാടെ പൊള്ളിപ്പോയി മക്കളെ. അയ്യോ അമ്മാവ, ഞങ്ങൾ പോയിട്ട് പിന്നെ വരാം. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഇപ്പോ അമ്മാവന്റെ വെന്തിരിക്കല്ലേ? ഞാൻ ചന്തി കൊണ്ടല്ലല്ലോ വർത്താനം പറയണത്, വായ കൊണ്ടല്ലേ. ഓ തീർന്നില്ലേ? ഇനി മതി. ഒരു നല്ല സ്ഥലം കൈ കിട്ടിയ പിന്നെ വിടരുത്. അങ്ങനെ തിരുമ്മിക്കൊണ്ടേയിരിക്ക. നിങ്ങൾക്ക് അറിയേണ്ടത് കൃഷ്ണപ്രസാദിനെ കുറിച്ചല്ലേ? പണ്ട് നശിച്ചുപോയൊരു കോവിലകത്ത് തമ്പുരാട്ടി പെണ്ണ അവന്റെ അമ്മ. കുലത്തിൽ കുറവൊന്നുമില്ല, പക്ഷെ ഇവൻ തലതെറിച്ചു പോയി. എന്ന് വെച്ച് അവനാണത് ചെയ്തത് ഞാൻ പറയില്ല. കാരണം പ്രവീണിന്റെ മരണം കൊണ്ട് അവനേക്കാൾ നേട്ടമുള്ള വേറൊരാൾ കൂടി ഇവിടെ ഉണ്ടല്ലോ. അതാരാ? വക്കീല് മുരളീമോഹൻ. കോടിക്കണക്കിന് വില വരുന്ന ആ എസ്റ്റേറ്റ് പ്രവീണിന്റെയും മുരളീമോഹന്റെയും പേരില. പക്ഷെ അവരിൽ ആരെങ്കിലും ഒരാൾ മരിച്ചാൽ പിന്നെ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ എസ്റ്റേറ്റിന്റെ മുഴുവൻ അവകാശവും. പണ്ട് രാജഭരണം അവസാനിച്ച കാലത്ത് മിച്ചഭൂമിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനാ അങ്ങനെ ഒരു വ്യവസ്ഥ വെച്ചേ. പക്ഷെ മുരളീമോഹൻ അങ്ങനത്തെ ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. തോന്നില്ല? അതാണ് അയാളുടെ മിടുക്ക്. അയാളുടെ ഭാര്യ കാണാതായതിന് അയാൾ എന്താ കാരണം പറയണേ? അയാളുടെ ഭാര്യയ്ക്ക് പലരുമായി രഹസ്യബന്ധം ഉണ്ടായിരുന്നു എന്ന്. അതിൽ ആരുടെ കൂടെ ഒളിച്ചോടിയതാണെന്ന്. പക്ഷെ നാട്ടുകാര് പറഞ്ഞ വേറൊന്നാ. സ്വത്ത് മുഴുവൻ കൈക്കലാക്കിയിട്ട് വക്കീല് ഭാര്യയെ കൊന്നാണെന്ന്. ഒരുപാട് അന്വേഷിച്ചെങ്കിലും ആ സ്ത്രീയെ പിന്നെ ആരും കണ്ടിട്ടില്ല. ആ കേസ് ഇപ്പോഴും തെളിയാതെ കിടക്കുക. അയാളെ സംശയിക്കേണ്ടത് തന്നെയാ. അത് ശരി തന്നെയാ. പ്രവീൺ മരിച്ചത് കൊണ്ട് മുരളീമോഹന് നേട്ടമുണ്ട്. പക്ഷേ അവൻ ഒരിക്കലും പ്രവീണിനെ കൊല്ലാനാവില്ല. കാരണം അവനൊരു ശുദ്ധഭാവ. പ്രവീണുമായി നല്ല അടുപ്പത്തിലുമായിരുന്നു. പിന്നെ കിഷോർ സംശയിക്കുന്നത് പോലെ കൃഷ്ണപ്രസാദിനും അവനെ ഒന്നും ചെയ്യാനാവില്ല. കാരണം അവനും എന്റെ മകനാ. അപ്പോ കൃഷ്ണപ്രസാദിനെ മകനായി അംഗീകരിക്കാൻ അങ്ങ് തയ്യാറായിരുന്നോ? ആദ്യം ഞാൻ തയ്യാറല്ലായിരുന്നു. ഇവിടെ വന്ന് ബഹളമുണ്ടാക്കിയപ്പോഴൊക്കെ ഞാൻ അവനെ പുറത്താക്കുകയും ചെയ്തു. പിന്നീടാണ് അവൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷേ കൃഷ്ണപ്രസാദിനെ മകനായി അംഗീകരിക്കാൻ പ്രവീൺ സമ്മതിച്ചില്ല അല്ലേ? അതിന്റെ പേരിൽ പ്രവീണുമായി അവൻ പലതവണ വഴക്കമുണ്ടാക്കി, ശരിയല്ലേ? ശരിയാണ്. എന്നാലും സ്വന്തം സഹോദരനെ കൊല്ലാൻ മാത്രം നീചനല്ല അവൻ. എനിക്ക് നിങ്ങളെപ്പോലെ പോലീസ് ബുദ്ധിയൊന്നുമില്ല. എങ്കിലും എന്നെ അലട്ടുന്ന ഒരു സംശയമുണ്ട്. കൊന്നത് ആരായാലും എന്തിനാണ് പ്രവീണിന്റെ ശരീരം കത്തിച്ചത്? തെളിവ് നശിപ്പിക്കാൻ.
അല്ല, അതിന്റെ പിന്നിൽ മറ്റെന്തോ ഒരു രഹസ്യമുണ്ട്, നമുക്കറിയാത്ത ഒരു രഹസ്യം. അതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. മരിക്കുന്നതിന് തലേദിവസം സന്ധ്യയ്ക്ക് ഏട്ടനെ തന്നെ കാണിച്ചതാ. അതിനെക്കുറിച്ച് പ്രവീൺ എന്താണ് പറഞ്ഞത്? അന്ന് തോട്ടത്തിൽ ആരോ പതുങ്ങി നിന്ന പോലെ തോന്നി. പക്ഷെ ഏട്ടൻ അടുത്തേക്ക് ചെന്നപ്പോ ആരെയും കണ്ടില്ല. അവിടുന്ന് കിട്ടിയതാ ഇത്. അപ്പൊ കൊലയാളിയുമായി ഇതിനെന്തോ ഒരു ബന്ധമുണ്ട്. അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഏട്ടൻ ആരെയോ ഭയപ്പെടുന്ന പോലെ എനിക്കും തോന്നി. നിങ്ങൾ സംസാരിക്കും, ഞാനിപ്പോ വരാം. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല വിവേക്. ഏട്ടൻ മരിച്ചപ്പോ എനിക്ക് നഷ്ടപ്പെട്ടത് ഒരു സഹോദരൻ മാത്രമല്ല, എല്ലാ കാര്യത്തിലും എനിക്ക് ആശ്രയിക്കാവുന്ന ഒരാളും കൂടിയാ. നമ്മുടെ കാര്യം പോലും അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ ഏട്ടൻ ഏറ്റിരുന്നതാ. എന്താ അച്ഛാ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അച്ഛന് പറയാനുണ്ട്. പ്രവീൺ കൊല്ലപ്പെട്ടതോടെ രാജവംശത്തിന്റെ പിന്തുടർച്ചാവകാശത്തിന് ഇനി മാറ്റം വരും. കൊട്ടാരത്തിലെ മുറയും കീഴ്വഴക്കവും അനുസരിച്ച് ഇനി പ്രീതുവിന്റെ ഭർത്താവായി വരുന്ന ആളാ അടുത്ത തമ്പുരാനാകുക. മുറപ്രകാരം പ്രീതു നിനക്ക് അവകാശപ്പെട്ടതാ. അവളെ വിവാഹം കഴിക്കുന്നതോടെ നീയായിരിക്കും അടുത്ത തമ്പുരാൻ. തമ്പുരാൻ എന്ന് വെച്ചാൽ രാജാവ്. നമ്മൾ ക്ഷത്രിയർക്ക് മറ്റെന്തിനേക്കാളും വലുതാണ് രാജപദവി. അതുകൊണ്ട് തന്നെ പ്രീതുവിനെ സ്വന്തമാക്കുക എന്നുള്ളത് നിനക്കിനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാലും ഇപ്പൊ അതാണോ അച്ഛാ പ്രധാനം? പ്രവീണിന്റെ കൊലപാതകയെ കണ്ടെത്തുക എന്നുള്ളതല്ലേ? അതെ, ഒപ്പം ഇതും നിന്റെ മനസ്സിൽ വേണം. ദാ നോക്ക്, ആ സുഭദ്രയുടെ മോനും പ്രീതുവിന്റെ പിന്നാലെയാ. നീ നോക്കിയും കണ്ടും നിന്നോളണം. പെണ്ണിന്റെ മനസ്സാ, അതെങ്ങോട്ട് വേണേലും ചാഞ്ഞെന്ന് വരാം. നീ പറഞ്ഞതുപോലെ കേസ് അന്വേഷണം തന്നെയാ ഇപ്പൊ പ്രധാനം. വേറെ ആരൊക്കെ കേസ് അന്വേഷിച്ചാലും അവസാനം പ്രവീണിന്റെ കൊലപാതകയെ കണ്ടുപിടിക്കുന്നത് നീ തന്നെയായിരിക്കണം. എങ്കിലേ തമ്പുരാന്റെ മനസ്സിൽ നിന്നെക്കുറിച്ചുള്ള പ്രതീക്ഷ മങ്ങാതിരിക്കും. ഏട്ടൻ മരിച്ച ദുഃഖത്തിലിരിക്കുന്ന നിന്നോട് പറയാൻ പാടില്ലാത്തതാണെന്നറിയാം. എന്നാലും പറയാ, നിന്റെ വിവാഹം ഉടനെ നടത്തിയേ പറ്റൂ. ജീവിതമാണ്, ആർക്ക് എപ്പോഴെന്താ സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. എന്റെ കാലം കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ബന്ധുക്കൾ പല രീതിയിൽ വളച്ചൊടിക്കും. ചിലപ്പോ രാജവംശത്തിന്റെ പിന്തുടർച്ചാവകാശം തന്നെ നിന്നിന്ന് അവർ തട്ടിയെടുത്തെന്ന് വരും. ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിന്നെ എത്രയും പെട്ടെന്ന് കിഷോറിന്റെ കയ്യിൽ ഏൽപ്പിക്കണം. അത് അച്ഛൻ എന്നോട് പൊറുക്കണം. എനിക്കിഷ്ടം കിഷോറിനെയല്ല, വിവേകിനെയാ. എന്താ എന്താ നീ പറയണേ? കൊട്ടാരത്തിലെ കീഴ്വഴക്കങ്ങളൊന്നും തെറ്റിക്കില്ല നീ എനിക്ക് വാക്ക് തന്നല്ലേ? എന്നിട്ടിപ്പോ നിനക്കെന്താ പറ്റിയത്? എനിക്കറിയില്ല അച്ഛാ, അങ്ങനെ സംഭവിച്ചു പോയി. എന്റെ മകൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ വിവാഹത്തിന് ഞാൻ എതിര് നിൽക്കില്ലായിരുന്നു. ഇനിയിപ്പോ പ്രീതുവിന്റെ വിവാഹം എന്ന് പറയണത് അവളുടെ ഇഷ്ടത്തിന് മാത്രം നടത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. രാജവംശത്തിന്റെ പിന്തുടർച്ചയുടെ പ്രശ്നം കൂടിയാണ്. രാജത്വം ഞാനുണ്ടാക്കിയതല്ല, അത് തലമുറ തലമുറയായി മാറി വരുന്നതാണ്. അത് കൈമാറാൻ നൂറ്റാണ്ടുകളായി തെറ്റിക്കാത്ത മുറയും കീഴ്വഴക്കവും ഉണ്ട്. അതനുസരിച്ച് പ്രീതുവിനെ കിഷോറിന് തന്നെ വിവാഹം കഴിച്ചു കൊടുത്തേ പറ്റൂ. അതൊഴിവാക്കാനാവില്ല. ഇതൊന്നും പറഞ്ഞാൽ പ്രീതുവിന് മനസ്സിലാവില്ല. പ്രായത്തിന്റെ ഇടത്തിയാട്ടം, നിന്നോടുള്ള സ്നേഹക്കൂടുതൽ. അവളൊരു പക്ഷേ എന്നെ പോലും ധിക്കരിക്കാൻ തയ്യാറാവും, നിന്നെ വിവാഹം കഴിക്കുകയും ചെയ്യും. പക്ഷേ അതോടെ അവൾ ഈ കൊട്ടാരത്തിന് വെളിയിലാവും. പണ്ട് നിന്റെ അമ്മയ്ക്ക് സംഭവിച്ചതുപോലെ. അറിയാലോ, ആ ദുരന്തമാണ് നിന്നെ ഇന്നും വേട്ടയാടുന്നത്. അങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് ഇനി പ്രീതുവിനെ കൂടെ വലിച്ചയക്കണോ? ഈ കൊട്ടാരത്തിലെ രാജകുമാരിയായി ജീവിക്കേണ്ട അവൾ വെറുമൊരു അന്തേവാസിയായി കഴിയുന്നത് കാണാൻ എനിക്ക് വയ്യ. അതുകൊണ്ട്
നീ എങ്ങനെയെങ്കിലും അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. എന്നിട്ട് അവളുടെ സമ്മതത്തോടെ തന്നെ ഈ ബന്ധം അവസാനിപ്പിച്ചു തരണം. പക്ഷേ ഇതിന്റെ പിന്നിൽ ഞാനുണ്ടെന്ന് പ്രീതു ഒരിക്കലും അറിയരുത്. അവൾക്ക് ഒരു സംശയവും തോന്നാത്ത രീതിയിൽ വേണം നീ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ. പൂർണ്ണ മനസ്സോടെ വേണം അവൾ ഈ അടുപ്പത്തിൽ നിന്ന് പിന്മാറാൻ. ഒരിക്കൽ എന്റെ പെങ്ങൾ എന്നെ ചതിച്ചതാ. എന്നിട്ടും നിന്നെ ഈ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു കുറവും അറിയിക്കാതാ ഞാൻ വളർത്തിയത്. അന്ന് നിന്റെ അമ്മ ചെയ്ത ആ ചതി ഇന്ന് നീയും എന്നോട് ചെയ്യുമോ? രാവിലെ മുതൽ ഞാൻ വിളിക്കാം, എന്താ തിരിച്ചു വിളിക്കാ? ഞാൻ എന്നെ അവോയ്ഡ് ചെയ്ത് എനിക്ക് മനസ്സിലാവില്ലെന്ന വിചാരം? മനഃപൂർവ്വമല്ല ഞാൻ തിരിച്ചു വിളിക്കാത്തത്. രാവിലെ മുതൽ ഞാൻ കേസിന്റെ പിന്നാലെ. IG-ക്ക് റിപ്പോർട്ട് കൊടുക്കുന്ന ദിവസം നാളെ. ഇപ്പോ എന്റെ മനസ്സിൽ പ്രീതുവോ പ്രേമോ ഒന്നുമല്ല. പ്രവീണിന്റെ കൊലയാളിയെ കണ്ടെത്തുക, അത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാ. ആദ്യം ഫോൺ അറ്റൻഡ് ചെയ്യാതിരിക്കുക, പിന്നെ തിരിച്ചു വിളിക്കാതിരിക്കുക, അതിനോ ലോകത്തില്ലാത്ത ന്യായങ്ങൾ പറയാം, ഒടുക്കം മറക്കണമെന്ന് പറയാം. ഇതൊക്കെ ഭീരുവായ ഒരു കാമുകന്റെ ലക്ഷണങ്ങളാ. അതെ, ഞാനൊരു വീര് തന്നെയാ. നിന്റെ കൊട്ടാരത്തിലെ ആചാരങ്ങളോട് പടവെട്ടി ജയിക്കാൻ ഞാൻ ക്ഷത്രിയനൊന്നുമല്ല, ഒരു പാവം ശൂദ്രനാ. സോറി, ഞാൻ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. വിവേകിന്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സാ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം. വിവേകം മിടുക്കനായ ഒരു ഓഫീസറാണെന്ന് തെളിഞ്ഞ എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡിന് മാറ്റം വരും. എന്റെ അച്ഛന്റെ പോലും. വിവേക് പറഞ്ഞ പോലെയൊക്കെ ഞാൻ ചെയ്യാം. ഫോൺ വിളി, റൊമാൻസ് ഒന്നും വേണ്ട. പക്ഷെ ഇനി അങ്ങോട്ട് വിവേകിന്റെ ശ്രദ്ധ മുഴുവൻ കേസിലായിരിക്കണം. വേറെ ആരൊക്കെ അന്വേഷിച്ചാലും അവസാനം ഏട്ടന്റെ കൊലപാതകയെ കണ്ടെത്തുന്നത് വിവേക് തന്നെ ആയിരിക്കണം. സോറി, ഐ എം ലേറ്റ് സർ. കെൻ ഐ? തന്നെ എന്നും കൃത്യസമയത്ത് കൂട്ടിക്കൊണ്ടുവന്നിരുന്ന കിഷോർ ഇന്ന് വിളിക്കാതെ പോന്നു. അതല്ലേ ഉണ്ടായത്? എക്സാക്ട്ലി സർ. ഇനിയെങ്കിലും താൻ ആരുടെ നിഴലാകാതെ സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഉണ്ടാക്കാൻ നോക്ക്. ഷുവർ സർ. ഐ വിൽ ട്രൈ ടു ബി ആൻ ഓഫീസർ ആൻഡ് എ ജെന്റിൽമാൻ. ഓക്കെ, ലെറ്റ് us come to the point. ഈ കേസിൽ നിങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ ഫൈൻഡിങ്സും എനിക്കറിയണം. ഐ മീൻ, ആരെയാണ് നമുക്കിപ്പോൾ സംശയിക്കാവുന്നത്? സർ, തീർച്ച പറയാറായിട്ടില്ല. എന്നാലും എനിക്ക് സംശയം കൃഷ്ണപ്രസാദിനെ. കാരണം പ്രവീണിന്റെ എതിർപ്പ് മൂലമാണ് തമ്പുരാൻ കൃഷ്ണപ്രസാദിനെ മകനായി അംഗീകരിക്കാത്തത്. അതേ ചൊല്ലിയുണ്ടായ വഴക്കായിരിക്കണം കൊലപാതകത്തിൽ ചെന്ന് അവസാനിച്ചത്. ഇറ്റ് ഈസ് പോസിബിൾ. വിവേക്, തനിക്കൊന്നും പറയാനില്ലേ? സാർ, അത് പിന്നെ കിഷോർ പറഞ്ഞതിലൊരു പ്രോബ്ലം ഉണ്ട് സാർ. കൊലയാളി എങ്ങനെ ബംഗ്ലാവിനകത്തേക്ക് കടന്നു എന്നുള്ളത് പ്രധാനമാണ്. ബലം പ്രയോഗിച്ച് അകത്ത് കിടന്നതിന്റെ ഒരു ലക്ഷണം കാണാനുമില്ല. അതിനാൽ പ്രവീൺ സ്വമേധയാ വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ടാവണം. തന്റെ ശത്രുവായ കൃഷ്ണപ്രസാദിന് വേണ്ടി പ്രവീൺ ഒരിക്കലും വാതിൽ തുറക്കില്ല. അപ്പോ പരിചയമുള്ള ആർക്കോ വേണ്ടിയാവണം പ്രവീൺ വാതിൽ തുറന്നു കൊടുത്തത്. കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞാൽ പ്രവീണിനോട് അടുപ്പമുള്ള ആരോ ആണ് സാർ ഈ കൊലയ്ക്ക് പിന്നിൽ. വിവേകിന് ആരെങ്കിലും സംശയമുണ്ടോ? തീർച്ച പറയാറായിട്ടില്ല. എന്നാലും എനിക്ക് സംശയം മിസ്റ്റർ മുരളി മോഹനെയാ. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്, പ്രവീൺ ഇല്ലാതായാൽ ഏറ്റവും അധികം നേട്ടമുണ്ടാകുന്ന ആളാ മുരളി മോഹൻ. രണ്ടാമത്, അയാൾ കൊട്ടാരത്തിലുള്ള ആളാ. ഒരു സംശയവും കൂടാതെ പ്രവീൺ അയാൾക്ക് വേണ്ടി വാതിൽ തുറക്കും. മൂന്നാമത്, അയാളുടെ ഭാര്യയെ കാണാതായ സാഹചര്യം. നോ, അയാൾ അത് ചെയ്യില്ല. കാരണം പ്രവീൺ ഇല്ലാതായാൽ ഏറ്റവും അധികം നേട്ടമുണ്ടാകുന്ന ആളാണ് മുരളിമോഹൻ. അങ്ങനെയാകുമ്പോ ആര് കേസ് അന്വേഷിച്ചാലും ആദ്യം സംശയിക്കാൻ മുരളിമോഹനെ ആയിരിക്കും. ഒരു ക്രിമിനൽ വക്കീലായ മുരളിമോഹന് അത് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അയാൾ അത് ചെയ്യില്ല. കിഷോർ പറഞ്ഞതിനോട് ഞാനും യോജിച്ചേനെ. മുരളി മോഹൻ ഒരു സാധാരണക്കാരനായിരുന്നെങ്കിൽ. പക്ഷെ അയാൾ ഒരു ക്രിമിനൽ വക്കീലായതുകൊണ്ട് അയാൾക്കറിയാം ഇപ്പൊ കിഷോർ ചിന്തിച്ചതുപോലെ ഏതൊരു അന്വേഷകനും ചിന്തിക്കുമെന്ന്. അത് തന്നെയാണ് അയാളുടെ ഏറ്റവും വലിയ ഡിഫൻസും. അയാളെ തീർച്ചയായിട്ടും സംശയിക്കണം സാർ. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് കാര്യമുണ്ട്. കൃഷ്ണപ്രസാദിനെയും മുരളി മോഹനെയും നമുക്ക് ഒരുപോലെ സംശയിച്ചേ പറ്റൂ. അതുകൊണ്ട് കൃഷ്ണപ്രസാദിനെതിരെ കിഷോർ അന്വേഷിക്കേ. യെസ് സർ. അതുപോലെ മുരളി മോഹനെതിരെ വിവേകും അന്വേഷിക്കേ. സർ, I expect your report within 24 hours. Yes, sir. That's all for the time being, gentlemen. Thank you. Thank you, sir. അവർ തമ്മിലൊരു മത്സരം നടക്കുന്നുണ്ട്. മത്സരിക്കട്ടെ. അപ്പോഴേ ഒരു കേസിന്റെ എല്ലാ സാധ്യതകളെ കുറിച്ചും അവർ ചിന്തിക്കുള്ളൂ. ഞാനാണിത് ചെയ്തതെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ വിളിച്ച വെറുതെ ഒരു ഇന്റർവ്യൂനാ. ജസ്റ്റ് എ ഫോർമാലിറ്റി. കൃഷ്ണപ്രസാദ് എന്ത് ചെയ്യുന്നു? ഞാനൊരു വർക്ക്ഷോപ്പ് നടത്തുന്നു. എവിടെ? ടൗണിൽ ചിത്ര തിയേറ്ററിനടുത്ത്. എത്ര മണിക്കാ വർക്ക്ഷോപ്പ് അടയ്ക്കാറ്? രാത്രി ഒരു 7:30. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? സാധാരണ ബാർ പോകാറുണ്ട്. ഏത് ബാറ്? അമൃത ബാർ. എന്താ കഴിക്കാറ്? ബ്രാൻഡി.
എന്തോരം കഴിക്കും? മിക്കവാറും 2 ലാർജ്. സോഡയാണോ വെള്ളമാണോ? സോഡ. അപ്പൊ ആഹാരം കഴിക്കുന്ന വീട്ടിൽ നിന്നാ? അല്ല, ബാറിൽ നിന്ന് തന്നെയാ. എന്താ കഴിക്കാറ്? പൊറോട്ടയും ചിക്കൻ കറിയും. എന്നും എത്ര പൊറോട്ട കഴിക്കും? 4 പൊറോട്ട. സംഭവ ദിവസം രാത്രിയും നിങ്ങൾ ബാറിൽ പോയായിരുന്നോ? ഓർത്തു നോക്ക്, പോയായിരുന്നോ? പോയായിരുന്നു. അന്ന് സാധാരണയിലും കൂടുതൽ കഴിച്ചില്ലേ? ഇല്ല. ഉറപ്പാണോ? അന്ന് എനിക്കൊരു സാധാരണ ദിവസമായിരുന്നു. പതിവുള്ളത് തന്നെ അന്നും കഴിച്ചത്. എന്നിട്ട് എന്താ ചെയ്തേ? എല്ലാ ദിവസത്തെയും പോലെ വീട്ടിലേക്ക് പോയി. പിന്നെ എഴുന്നേറ്റ് രാവിലെ 6 മണിക്കാണ്. അപ്പോഴാണോ പ്രവീൺ മരിച്ച വിവരം അറിഞ്ഞത്? അല്ല, വർക്ക്ഷോപ്പിലേക്ക് പോണ വഴി. എന്നിട്ട് ഞാൻ നേരെ കൊട്ടാരത്തിലേക്ക് പോയി. പക്ഷെ അകത്തേക്ക് വിട്ടില്ല. ഇത് നിങ്ങളുടെ അല്ലേ? എന്താ ഇത്? ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല? ഇല്ല, എന്റെ അല്ല ഇത്. ശരി, വേറൊന്നും പറയാനില്ലെങ്കിൽ വയ്ക്കുള്ളൂ. മിസ്റ്റർ മുരളി, നിങ്ങളുടെ ഭാര്യയെ കാണാതായിട്ട് ഇപ്പൊ എത്ര നാളായി? ഏതാണ്ട് 6 മാസം. നിങ്ങൾ തമ്മിൽ എന്തായിരുന്നു പ്രശ്നം? അവൾക്ക് ഒരുപാട് ആണുങ്ങളുമായി ബന്ധമുണ്ടായിരുന്നു. അവരെ കാണാതായ ദിവസം രാത്രി നിങ്ങൾ എവിടെയായിരുന്നു? ബാർ അസോസിയേഷന്റെ സെക്രട്ടറിയാണ് ഞാൻ. അന്ന് എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഹോട്ടലിൽ തങ്ങി. അത് പതിവാ. പ്രവീൺ കൊല്ലപ്പെട്ട രാത്രിയോ? അന്ന് ഞാൻ തിരുവനന്തപുരത്തായിരുന്നു, ജില്ലാ ജഡ്ജി കാർത്തിക് പ്രസന്നന്റെ വീട്ടിൽ. അദ്ദേഹം എന്റെ ബന്ധുവാ. അപ്പൊ ഈ 2 സംഭവങ്ങൾ നടക്കുമ്പോഴും നിങ്ങൾ സ്ഥലത്തില്ലായിരുന്നു? ഇല്ലായിരുന്നു. ദാറ്റ്സ് കറക്റ്റ്. പ്രവീൺ കൊല്ലപ്പെട്ടതോടെ ആ എസ്റ്റേറ്റ് നിങ്ങളുടെ പേരിലായി അല്ലേ? അതിപ്പോ ഞാൻ ആദ്യം മരിച്ചിരുന്നെങ്കിൽ അത് മുഴുവൻ പ്രവീണിന് കിട്ടുമായിരുന്നില്ലേ? മിസ്റ്റർ മുരളി, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇതെവിടെ വെച്ചാ കാണാതെ പോയെന്ന് ഓർമ്മയുണ്ടോ? എന്തേത്? ഇതെന്റേതല്ല. പിന്നെ ആരുടേത്? അത് കണ്ടെത്തേണ്ടത് നിങ്ങളുടെ ജോലിയല്ലേ. എനിത്തിങ് എൽസ്? ഇല്ല, പോയിക്കോളൂ. താങ്ക് യു. മിസ്റ്റർ വിവേക്, എന്നെപ്പറ്റി നിങ്ങൾ എന്തൊക്കെ കേട്ടിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാം. അതിലൊന്നും ഒരു സത്യമില്ല. അതിന്റെ പിറകെ പോയി സമയം കളയണ്ട. പാഴാക്കുന്ന ഓരോ നിമിഷവും യഥാർത്ഥ കുറ്റവാളി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. എന്താ ഡോക്ടർ അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞ? ഒരു ഭയങ്കര ഡെവലപ്മെന്റ് ഉണ്ട്. പ്രവീണിന്റെ അരക്കെട്ടിൽ അസ്ഥിക്ക് എന്തോ പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്റെ ഊഹം ശരിയായിരുന്നു. ഈ അസ്ഥി പ്രവീണിന്റേതല്ല, ഒരു സ്ത്രീയുടേതാണ്. സ്ത്രീയുടേതോ? അതെ. പ്രവീണിന്റെ ശരീരം കത്തിക്കുന്നതിന് മുൻപായി അവിടെ ഒരു സ്ത്രീയുടെ ശരീരം കത്തിച്ചിട്ടുണ്ട്. മഴ വന്നതുകൊണ്ടാണ് അവരുടെ ഈ ഒരു അസ്ഥി മാത്രം കത്താതെ അവശേഷിച്ചത്. ആരായി സ്ത്രീ? അത് ഏട്ടന്റെ കാമുകയാവാനാ സാധ്യത. പ്രവീണിന് കാമുകയുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഒരിക്കൽ ഏട്ടന്റെ കൂടെ ഞാനൊരു യുവതിയെ കണ്ടിരുന്നു. ചോദിച്ചപ്പോഴൊക്കെ ഏട്ടൻ ഒഴിഞ്ഞു മാറി. ഒടുവിൽ ഞാൻ വിടാതെ പിടിച്ചപ്പോ അത് കാമുകയാണെന്ന് സമ്മതിച്ചു. ആരോടും പറയരുതെന്ന് എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചു. പക്ഷെ അവൾ ആരാണെന്നോ പേരെന്താണെന്നോ ഒന്നും ഏട്ടൻ എന്നോട് പറഞ്ഞില്ല. ഇനിയിപ്പോ അവൾ ആരാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? വഴിമുട്ടിയല്ലോ. വഴിമുട്ടിയെന്ന് തന്നെയാണ് ഞാനും കരുതിയത്. പക്ഷെ നമുക്കായിട്ട് ദൈവം ഒരു അടയാളം ബാക്കിയിട്ടിട്ടുണ്ട്. ആ സ്ത്രീയുടെ അസ്ഥിയിൽ ഒരു ശസ്ത്രക്രിയ നടത്തിയ പാടുണ്ട്. മുറിവിന്റെ പഴക്കം വെച്ച് നോക്കിയാൽ ഏതാണ്ട് 4 വർഷങ്ങൾക്ക് മുമ്പ്. സാധാരണയായി വാഹന അപകടത്തിൽപ്പെട്ട ആളുകൾക്ക് ഇത്തരം സർജറി വേണ്ടി വരുന്നത്. ഇത് ചെയ്യാൻ പറ്റുന്ന 57 ഹോസ്പിറ്റൽസ് കേരളത്തിലുണ്ട്. അവർക്കെല്ലാം ഞാനൊരു മെസ്സേജ് കൊടുത്തു. 4 വർഷം മുമ്പ് ഇടുപ്പല്ലിൽ നടന്നൊരു സർജറി. 15നും 25നും ഇടയ്ക്ക് പ്രായമുള്ള യുവതി, മിക്കവാറും ഒരു വാഹന അപകടം. ഇതെല്ലാം ഒത്തുവരുന്ന ചികിത്സാ ഫയലുകൾ ഉണ്ടെങ്കിൽ അതിന്റെ കോപ്പി അയച്ചു തരാൻ. എന്നിട്ട് ഏതാണ്ട് 200ഓളം കേസുകളാ അവരെല്ലാം കൂടി അയച്ചു തന്നത്. അതിൽ പാലായിലെ ചെറുപുഷ്പം ഹോസ്പിറ്റൽ അയച്ചു തന്ന എക്സ്റേയാ ഈ കാണുന്നത്. കൊല്ലപ്പെട്ട സ്ത്രീയുടെ അസ്ഥിയിൽ കാണുന്ന സർജറിയുടെ പാട് അതേപടി ഈ എക്സ്റേയിലുണ്ട്. എക്സലന്റ്. ആരുടെ എക്സ്റേ ഇത്? രജനി എസ് നായർ, മംഗലത്ത് വീട്, ഐരാപുരം. വീട് ഇത് തന്നെയാ. പക്ഷേ രജനിക്ക് അച്ഛനമ്മയില്ല. ഞാൻ അവളുടെ ഒരു അമ്മായിയാ. അച്ഛനും അമ്മയും ഒരു കാർ അപകടത്തിൽ മരിച്ചുപോയി. അന്ന് അവള് മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. രജനിക്ക് ജോലിയുണ്ടോ? ഉണ്ട്. ഈസ്റ്റ് ലൈൻ കമ്പനിയുടെ ഓഫീസില്. എന്ത് ജോലി? പ്രൈവറ്റ് സെക്രട്ടറി. രജനി എന്നാ ഇവിടുന്ന് പോയേ? 12-ാം തീയതി ബുധനാഴ്ച. ഇത്രയും ദിവസമായിട്ട് നിങ്ങൾ എന്താ അന്വേഷിക്കാത്തത്? കമ്പനിയുടെ ആവശ്യത്തിന് അവൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോകാറുണ്ട്. മദ്രാസിലും മറ്റും പോയാ ചിലപ്പോ 2 ആഴ്ചയൊക്കെ കഴിഞ്ഞു വരും. രജനി ആളെങ്ങനെ? അച്ഛനും അമ്മയും മരിച്ച പിന്നെ അവൾ ആകെ മാറിപ്പോയി. എന്നാലും എന്നോട് വലിയ സ്നേഹമായിരുന്നു. ആ കുട്ടിയുടെ ഒരു ഫോട്ടോ ഉണ്ടാവോ? തരാം. എന്താ സാറേ, അവള് വല്ല കുഴപ്പമുണ്ടാക്കിയോ? കുഴപ്പമുണ്ടാക്കിയത് അവരല്ല, വേറെ ആരോ. നിങ്ങൾ അപ്സെറ്റ് ആവരുത്. കഴിഞ്ഞ ശനിയാഴ്ച രജനി ആരോ കൊലപ്പെടുത്തി.
ശരിയാ, ഈ കുട്ടിയെ തന്നെ ഞാനന്ന് കണ്ടേ. ഒരു കമ്പനിയിലെ പ്രൈവറ്റ് സെക്രട്ടറിയെ കല്യാണം കഴിക്കാനൊന്നും അച്ഛൻ സമ്മതിക്കില്ല. പോരാത്തന്നെ താഴ്ന്ന ജാതിക്കാരിയും. അതുകൊണ്ടാവും ഏട്ടൻ എല്ലാം രഹസ്യമാക്കി വെച്ചേ. അച്ഛൻ അറിയാതെ ഏട്ടനെ കാണാൻ ചെന്നതാവും രജനി. തെളിവ് നശിപ്പിക്കാനായിരിക്കും അവളെയും കൊന്നത്. പക്ഷേ എന്നെ അലട്ടുന്നൊരു പ്രശ്നമുണ്ട്. രജനി എന്തിനായിരിക്കും രാത്രി സമയത്ത് പ്രവീണിനെ കാണാൻ ബംഗ്ലാവിൽ ചെന്നത്? അത് മനസ്സിലാക്കാൻ കഴിഞ്ഞാലേ ഈ കേസിന്റെ കുരുക്കഴിക്കാൻ പറ്റൂ. ഏതായാലും കൊല നടന്ന മുറി ഞാൻ ഒന്നുകൂടി പരിശോധിക്കാൻ പോവാ. കഴിഞ്ഞ തവണത്തെ പരിശോധനയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. എന്താണ് സർ? കൊല ചെയ്ത ആളുടെ കാലടിപ്പാടുകൾ ഇവിടെ എല്ലാം പതിഞ്ഞിട്ടുണ്ട്. അത് പിന്നീട് എങ്ങോട്ടാ പോയോ നോക്കി. ദാ ഇതുവഴി തിരിഞ്ഞ് പിൻഭാഗത്തുള്ള തോട്ടത്തിലേക്ക്. രക്ഷപ്പെടാൻ വേണ്ടിയല്ല അയാൾ പിൻഭാഗത്തേക്ക് പോയത്. കാരണം പിന്നീട് ആ കാലടികൾ തിരികെ വന്നിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തിനാവും അയാൾ പുറത്തേക്ക് പോയത്? അതാണ് നമ്മൾ വിട്ടുകളഞ്ഞത്. ഒരുപക്ഷെ ബോഡി കത്തിക്കാനുള്ള സ്ഥലം തിരഞ്ഞതാവോ? ഒരിക്കലുമല്ല. കാരണം രഹസ്യമായി കത്തിക്കാനായിരുന്നു ഉദ്ദേശമെങ്കിൽ പിന്നീട് മുൻഭാഗത്തിട്ട് കത്തിക്കില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഒറ്റ സാധ്യതയുള്ളൂ. ആയുധം മറവ് ചെയ്യാനായിരിക്കണം അയാൾ പുറത്തേക്ക് പോയത്. ബോഡി കത്തിച്ചിട്ടും ആയുധം പ്രത്യേകം മറവ് ചെയ്യണമെങ്കിൽ അത് കത്തിക്കാൻ പറ്റാത്ത ആയുധമായിരിക്കണം. മിക്കവാറും ലോഹം കൊണ്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്കത് എളുപ്പം കണ്ടെത്താനാവും. ശേഖർ സർ, ഇരുമ്പുകൂടിയാണ് സാർ. ഇതിൽ രക്തം പറ്റിയിട്ടുണ്ട്. ഈ ഷർട്ടിൽ രക്തം പറ്റിയിട്ടുണ്ട് സർ. അതിന്റെ കോളറിൽ അത് തയ്ച്ച തയ്യൽക്കടയുടെ പേരുണ്ടോ നോക്കി. ഉണ്ട് സർ. ഇത് നിങ്ങൾ തയ്ച്ച ഷർട്ടല്ലേ? അതെ സാർ. ഈ ഷർട്ട് എപ്പോഴാ തയ്ച്ചേ? ഇതാണ് സർ. വർക്ക്ഷോപ്പിൽ ഉപയോഗിക്കുന്ന യൂണിഫോം ഷർട്ടാ. നാളെ ഒരുമിച്ചാ തയ്ച്ചിരിക്കുന്നത്. ഇത് തയ്ക്കാൻ കൊണ്ടുവന്ന ആളുടെ പേരും അഡ്രസ്സും എവിടെ എഴുതിയിരിക്കുന്നത്? ആദ്യത്തെ കോളത്തിലാണ് സർ. രണ്ടുപേരും ആ സൈഡിൽ വെക്കോ. രണ്ടുപേരും അങ്ങോട്ടും. എന്തേ പറയാം. എങ്ങോട്ടാ യാത്ര? അത് ഒരു ഫ്രണ്ടിനെ കാണാൻ. അതിന് ഇത്ര ഒരുക്കം വേണോ? ഇത് നിങ്ങളുടെ ഷർട്ടല്ലേ? അതെ. ഇതിലെങ്ങനെ പ്രവീണിന്റെ രക്തം തെറിച്ചത്? പ്രവീണിന്റെ രക്തോ? അതെ. DNA ടെസ്റ്റ് നടത്തി ഞങ്ങൾ അത് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. സത്യം പറയേ, നിങ്ങളല്ലേ പ്രവീണിനെ കൊന്നത്? ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഓക്കെ. നിങ്ങളുടെ മൊഴി അനുസരിച്ച് സംഭവ ദിവസം രാത്രി നിങ്ങൾ 8 മണി മുതൽ 9 മണി വരെ അമൃത ബാറിലായിരുന്നു. നിങ്ങൾ കഴിച്ചത് ബ്രാൻഡി 2 ലാർജ്, ഒരു സോഡ, 4 പൊറോട്ട, ഒരു ചിക്കൻ കറി അല്ലേ? ഇത്രയും കഴിച്ചാൽ അമൃത ബാറിലെ ബില്ല് കൃത്യം 95 രൂപ 50 പൈസ വരും. അമൃത ബാറിലെ ബിൽ ബുക്ക് ആയത് അന്ന് രാത്രി 8 മണിക്കും 9 മണിക്കും ഇടയ്ക്ക് 95 രൂപ 50 പൈസയുടെ ബില്ല് അവരാർക്കും കൊടുത്തിട്ടില്ല. ബാറിൽ പോയി എന്ന് പറഞ്ഞത് നുണയല്ലേ? ക്യാച്ചും. ഏട്ടന്റെ കൊലപാതകയെ കണ്ടെത്തിയതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ആള് ഞാനാ. പക്ഷെ അത് കണ്ടെത്തിയത് വിവേക് അല്ലെന്നുള്ള ഒറ്റ വിഷമേ എനിക്കുള്ളൂ. വിവേകിന്റെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ എനിക്ക് വേണ്ട പ്രീതു. തന്നെ മോഹിക്കാനുള്ള ഒരു യോഗ്യത എനിക്കില്ല. എന്നാര് പറഞ്ഞു? എന്നാരും പറഞ്ഞല്ല.
അതാണ് സത്യം. നമ്മുടെ ഈ ബന്ധം കൊട്ടാരത്തിൽ ഒരാളും അംഗീകരിച്ചു തരില്ല. പിന്നെ ഒരേ ഒരു മാർഗം എല്ലാവരെയും എതിർത്ത് നമ്മൾ ഒന്നാവുക എന്നുള്ളതാ. പക്ഷേ അതെനിക്കോ പ്രീതിനോ ചെയ്യാൻ കൊള്ളാവുന്ന കാര്യമല്ല. എന്തിനാ ഇങ്ങനെ കാട് കയറി ചിന്തിക്കണേ? ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് പിരിയേണ്ടി വരും, അതുറപ്പാ. എങ്കിൽ പിന്നെ നമ്മളായിട്ട് തന്നെ ഈ ബന്ധം അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത്. ഇങ്ങനെ പറയാൻ വിവേകിന് എങ്ങനെ സാധിക്കണോ? ഒക്കെ അറിഞ്ഞോണ്ടല്ലേ നമ്മൾ അടുത്തത്. ഇതൊന്നും ഇപ്പൊ ഉണ്ടായ കാര്യങ്ങളല്ലല്ലോ. പേരിൽ എന്നോട് ഇങ്ങനെ ഒന്നും സംസാരിക്കരുത്. നിങ്ങൾ കരുതുന്ന പോലെ പോലീസിന്റെ തല്ല് പേടിച്ചിട്ടോ ശിക്ഷയോ ഭയന്നിട്ടോ അല്ല കൃഷ്ണപ്രസാദ് രക്ഷപ്പെട്ടത്. അവന്റെ മനസ്സ് നിറയെ പ്രതികാരമാ. അന്നവനെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കിയപ്പോ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അവനെ തന്തയില്ലാത്തവനെന്ന് വിളിച്ചവരെ കൊണ്ട് അവൻ തമ്പുരാനേന്ന് വിളിപ്പിക്കുമെന്ന്. ആ ഭീഷണിയുടെ അർത്ഥം എന്താണെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായി. തമ്പുരാന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമിയായി അടുത്ത രാജാവാകുകയാണ് അവന്റെ ലക്ഷ്യം. പ്രവീണോ പ്രീതുവോ ജീവിച്ചിരുന്നാൽ അവന് രാജാവാകാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവൻ പ്രവീണിനെ കൊന്നത്. അതുകൊണ്ട് തന്നെ അവൻ പ്രീതുവിനെ കൊല്ലുകയും ചെയ്യും. പ്രവീണിനെ പോലെ പ്രീതുവും ഇല്ലാതായാൽ തമ്പുരാന്റെ ചോരയിൽ പിറന്ന ഒരേ ഒരു പിൻഗാമിയാകും കൃഷ്ണപ്രസാദ്. അതോടെ തമ്പുരാന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ മുഴുവൻ സ്വത്തുക്കളും നിയമാനുസൃതമായി കൃഷ്ണപ്രസാദിന്റേതാകും. അവൻ ജയിലിൽ കിടക്കുകയാണെങ്കിൽ പോലും പിന്നെ സ്വാഭാവികമായും അവനാണ് അടുത്ത തമ്പുരാൻ. ശിക്ഷ കഴിഞ്ഞു വന്നാൽ ഈ കാണുന്നതെല്ലാം അവന്റേതാകും. പക്ഷേ പ്രീതു കൊല്ലപ്പെട്ടാൽ നിനക്ക് പിന്നെ ഒരിക്കലും രാജാവാകാൻ പറ്റില്ല. അതിനാൽ പ്രീതു ജീവിച്ചിരിക്കേണ്ടത് ഇപ്പോൾ നിന്റെ ആവശ്യമാണ്. അതുപോലെ പ്രീതു കൊല്ലപ്പെടേണ്ടത് കൃഷ്ണപ്രസാദിന്റെ ആവശ്യവും. എത്രയും വേഗം നീ കൃഷ്ണപ്രസാദിനെ പിടിക്കണം. അല്ലെങ്കിൽ അവൻ പ്രീതുവിനെയും കൊല്ലും. കൃഷ്ണപ്രസാദിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എല്ലാ അന്വേഷണവും നടത്തിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് അങ്ങ് ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തോ എന്റെ മനസ്സങ്ങനെ പറയുന്നു. ഈ കൊല നടത്തിയത് കൃഷ്ണപ്രസാദ് അല്ല, മറ്റാരോ ആണ്. നിരപരാധിയായിരുന്നെങ്കിൽ കൃഷ്ണപ്രസാദ് എന്തിനാണ് നുണ പറഞ്ഞത്? എന്തിനാണ് അവൻ പോലീസിനെ കണ്ടപ്പോൾ ഓടിപ്പോയത്? പോലീസ് തല്ലുവെന്ന് തോന്നിയാൽ രക്ഷപ്പെടാൻ നോക്കില്ലേ? തനിക്ക് എവിടെയോ തെറ്റുപറ്റിയിട്ടുണ്ട്. ഈ കേസ് താൻ ഒന്നുകൂടി അന്വേഷിക്കണം. അങ്ങയ്ക്കൊന്നും തോന്നരുത്. എന്റെ അന്വേഷണത്തിൽ എന്തെങ്കിലും അതൃപ്തി ഉണ്ടെങ്കിൽ അങ്ങ് ആരെ കൊണ്ട് വേണമെങ്കിലും അന്വേഷിപ്പിച്ചോളൂ. പക്ഷെ ഈ കേസിന് വീണ്ടും അന്വേഷിക്കാൻ അങ്ങനോട് പറയരുത്. അതിനിതൊരു സാധാരണ കേസല്ലല്ലോ. ശിക്ഷിക്കപ്പെടാൻ പോകുന്നത് എന്റെ മകനാണ്, അത് മറക്കരുത്. കൊല്ലപ്പെട്ടതും അങ്ങയുടെ മകനാണ്, അത് അങ്ങേയും മറക്കരുത്. കൃഷ്ണപ്രസാദ് നിരപരാധിയാണെന്ന് അച്ഛൻ അത്രയ്ക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാനൊരു വഴി പറയാം. ഈ കേസ് വിവേകിനെ കൊണ്ട് റീഓപ്പൺ ചെയ്യിക്കാം. വിവേകോ? അത് വേണ്ട, കിഷോർ തന്നെ അന്വേഷിച്ചാ മതി. നീ പറഞ്ഞാൽ കിഷോർ കേൾക്കും. ഇനി ഞാനെന്നല്ല, ആര് പറഞ്ഞാലും കിഷോർ ഈ കേസ് റീഓപ്പൺ ചെയ്യില്ല. അതുകൊണ്ടാ പറയുന്നത്, വിവേക് അന്വേഷിക്കട്ടെ. കൃഷ്ണപ്രസാദ് നിരപരാധിയാണെങ്കിൽ അത് തെളിയിക്കാൻ വിവേകിന് കഴിയും. വിവേകിന്റെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട്. അച്ഛൻ പറഞ്ഞ വിവേക് കേൾക്കും. കിഷോർ അന്വേഷിച്ചൊരു കേസ് ഞാൻ വീണ്ടും അന്വേഷിക്കാന്ന് വെച്ചാ അത് കിഷോറിനെ വെല്ലുവിളിക്കുന്ന പോലെ ആവും. ഡിപ്പാർട്ട്മെന്റ് അതിന് തയ്യാറാവും തോന്നണില്ല. ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യമൊക്കെ അച്ഛൻ നോക്കിക്കോളും. അത് മാത്രമല്ല, ഞാൻ ഈ കേസ് റീഓപ്പൺ ചെയ്ത അതിനെ കിഷോർ തീർച്ചയായിട്ടും എതിർക്കും. അത് അവസാനം ഞങ്ങൾ തമ്മിലൊരു മത്സരമായിട്ട് മാറും. അങ്ങയുടെ 2 മരുമക്കൾ തമ്മിൽ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായാൽ അത് അങ്ങേക്കും ചീത്തപ്പേരാവും. അതുകൊണ്ടാ പറയണേ, കിഷോറുമായിട്ടൊരു മത്സരത്തിന് ഞാനില്ല. എന്നെ നിർബന്ധിക്കരുത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്തായി? സത്യമായില്ലേ? ഏട്ടൻ തിരുമനസ് എന്തിനാ കൃഷ്ണപ്രസാദിനെ രക്ഷിക്കാൻ നോക്കുന്ന അറിയാമോ? അത് പുത്രസ്നേഹം കൊണ്ട് മാത്രമല്ല, അതിന്റെ പിന്നിൽ വേറൊരു കാരണമുണ്ട്. നീ പ്രീതുവിനെ കല്യാണം കഴിച്ച് അടുത്ത തമ്പുരാനാകുന്നതോടെ രാജാവിന്റെ പദവി എന്നേക്കുമായി നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു ചേരും. ആ പദവി നമുക്ക് വിട്ടുതരാൻ ഏട്ടൻ തമ്പുരാന് മനസ്സുണ്ടാകില്ല. മറിച്ച് കൃഷ്ണപ്രസാദിനെ മകനായി അംഗീകരിച്ചാൽ രാജപദവി അവന് കൈമാറാം.
അപ്പൊ പിന്നെ രാജസ്ഥാനം ഒരിക്കലും ഏട്ടൻ തിരുമനസിന്റെ പിൻഗാമികൾക്ക് കൈമോശം വന്നു പോവില്ല. അതിനുവേണ്ടിയാ കൃഷ്ണപ്രസാദ് നിരപരാധിയാണെന്ന് വരുത്തി തീർത്ത് അവനെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയെടുക്കാൻ ശ്രമിക്കുന്നേ. മോനെ, ഒരു കാരണവശാലും ഈ അവസരം നമ്മൾ പാഴാക്കരുത്. തെറ്റ് ചെയ്യാനല്ല അച്ഛൻ പറയുന്നേ. കൃഷ്ണപ്രസാദ് നിരപരാധിയാണെങ്കിൽ നീ അവനെ ഒരു രീതിയിലും ഉപദ്രവിക്കരുത്. കള്ളക്കേസുണ്ടാക്കി അവനെ കൊടുക്കുകയും അരുത്. മറിച്ച് കൃഷ്ണപ്രസാദാണ് യഥാർത്ഥ കൊലയാളിയെങ്കിൽ അവനെ തീർച്ചയായും ജയിലിൽ അടയ്ക്കണം. അല്ലാതെ ഏട്ടൻ തമ്പുരാൻ പറയുന്ന കേട്ട് നീ അവനെ രക്ഷപ്പെടുത്തരുത്. എന്റെ ഒരു മകൻ മരിച്ചു. അവനെ കൊന്ന കുറ്റത്തിന് എന്റെ മറ്റൊരു മകനെ ശിക്ഷിക്കുന്നത് കാണാൻ ഞാൻ ജീവിച്ചിരിക്കില്ല. പ്രവീണിനെ പോലെ തന്നെ ആയിരുന്നു എനിക്ക് കിഷോറും വിവേകും. എന്നിട്ടും എനിക്കൊരു പ്രശ്നം വന്നപ്പോ അവരെന്റെ കൂടെ നിന്നില്ലല്ലോ. അച്ഛൻ വിഷമിക്കണ്ട. വിവേകിനെ കൊണ്ട് ഈ കേസ് വീണ്ടും അന്വേഷിപ്പിക്കണ കാര്യം ഞാൻ ഏറ്റു. പക്ഷെ അതിന് പകരമായി അച്ഛൻ എനിക്കൊരു വാക്ക് തരണം. എന്ത് വാക്ക്? കൃഷ്ണപ്രസാദ് നിരപരാധിയാണെന്ന് തെളിയിക്കാൻ വിവേകിന് കഴിഞ്ഞില്ലെങ്കിൽ അച്ഛൻ പറയണ പോലെ ഞാൻ കിഷോറിന് വിവാഹം കഴിക്കാം. മറിച്ച് കൃഷ്ണപ്രസാദ് നിരപരാധിയാണെന്ന് വിവേക് തെളിയിച്ച വിവേകിനെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. എന്ത് വിഡിത്ത പ്രീതി കാണിച്ചത്? ഇങ്ങനെ ഒരു കാര്യം അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ പിന്നെ എന്തായിരുന്നു ചെയ്യേണ്ടത്? കൊട്ടാരത്തിലെ കീഴ്വഴക്കം തെറ്റിച്ചാ എനിക്ക് അച്ഛനെ നഷ്ടപ്പെടും. കീഴ്വഴക്കം തെറ്റിച്ചില്ലെങ്കിൽ എനിക്ക് വിവേകിനെ നഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ പിന്നെ എന്താ ചെയ്യാ? ഇതിപ്പോ കൃഷ്ണപ്രസാദിനെ രക്ഷിക്കാൻ വിവേകിന് കഴിഞ്ഞ അച്ഛൻ സന്തോഷമായിട്ട് നമ്മുടെ വിവാഹം നടത്തി തരും. അങ്ങനെ ഒരു കണ്ടീഷൻ ഞാൻ വെറുതെ വെച്ചതാ. പക്ഷെ ഒരു എതിർപ്പും കൂടാണ്ട് അച്ഛൻ സമ്മതിച്ചു. അതാ എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. എന്നാൽ എനിക്ക് ഒരു അത്ഭുതവും ഇല്ല. അമ്മാവനറിയാം ഞാൻ ഒരിക്കലും ജയിക്കില്ലെന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കണ്ടീഷന് സമ്മതിച്ചത്. എന്നാൽ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കണ്ടീഷന് സമ്മതിച്ചെന്നറിയോ? വിവേകിന്റെ കഴിവിൽ എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ട്. പ്രീത് വിചാരിക്കുന്ന പോലെ ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കിഷോർ വളരെ ബ്രില്യന്റ് ആയിട്ടാണ് ഈ കേസ് അന്വേഷിച്ചിരിക്കുന്നത്. ഇനിയിപ്പോ ഞാൻ ഈ കേസ് റീഓപ്പൺ ചെയ്താൽ തന്നെ കൊലയാളി മറ്റൊരാളാണെന്ന് എനിക്ക് തെളിയിക്കാൻ പറ്റണം. അല്ലാതെ കൊലയാളി കൃഷ്ണപ്രസാദ് തന്നെയാണെന്ന് വീണ്ടും തെളിഞ്ഞാൽ അതെനിക്ക് ഒരുപാട് ചീത്തപ്പേരുണ്ടാക്കുന്ന കാര്യമാണ്. ഡിപ്പാർട്ട്മെന്റിന് മുമ്പിൽ ഞാനൊരു കോമാളിയാവും. അതുകൊണ്ടാണ് ഞാൻ പറയണത് കിഷോറുമായിട്ടൊരു മത്സരത്തിന് ഞാനില്ല. മത്സരമായിട്ടൊന്നും ഇതിനെ കാണണ്ട. സത്യം കണ്ടെത്താനുള്ള ഒരു ശ്രമം, അത്രേ ഉള്ളൂ. ഇനി പിന്നോട്ട് പോകാൻ പറ്റില്ല. എന്റെ സ്നേഹം മുഴുവൻ പിടിച്ചു വാങ്ങിയിട്ട് എനിക്ക് വേണ്ടി വിവേക് ഇത്രയെങ്കിലും ചെയ്യണം. ഇത്രയും നാളെ ഞാൻ തന്ന വിശ്വസ്തത എനിക്ക് തിരിച്ചു തരണം. എന്നെ കിഷോറിന് വിട്ടുകൊടുത്തിട്ട് പോകാനാണെങ്കിൽ എന്നെ എന്തിനാ സ്നേഹിച്ചേ? ബാക്കിയൊക്കെ പോട്ടെ. ഇനി അച്ഛൻ സംശയിക്കണ പോലെ കൃഷ്ണപ്രസാദ് ശരിക്കും നിരപരാധിയാണെങ്കിലോ? കുറ്റം ചെയ്തവരെ ശിക്ഷിക്കണ പോലെ തന്നെ പ്രധാനമല്ലേ കുറ്റം ചെയ്യാത്തവരെ രക്ഷിക്കണതും? അച്ഛൻ പറഞ്ഞത് ശരിയാ. കൃഷ്ണപ്രസാദും എനിക്ക് ഏട്ടൻ തന്നെയാ. എന്റെ ഒരേട്ടന്റെ പേരിൽ മറ്റൊരേട്ടൻ ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ഇനി എന്താ വേണ്ടെന്ന് വിവേക് തന്നെ തീരുമാനിച്ചാൽ മതി. കിഷോർ ഈ കേസ് അന്വേഷിച്ചതിൽ വിവേകിന് എവിടെയാണ് സംശയം തോന്നിയത്? പല കാര്യങ്ങളിലും ഉണ്ട് സാർ. അത് ഞാൻ ആദ്യം മുതലേ പറയുന്നതുമാണ്. ഒന്നാമത്തെ പ്രശ്നം, പ്രവീൺ വാതിൽ തുറന്നു കൊടുത്തിട്ടാണ് കൊലയാളി അകത്ത് കിടന്നിരിക്കുന്നത്. കൃഷ്ണപ്രസാദിന്റെ കാര്യത്തിൽ അതിനൊരു വിശദീകരണം ഇപ്പോഴും ഉണ്ടായിട്ടില്ല. അതിനുള്ള ഉത്തരമാണ് രജനി. കൃഷ്ണപ്രസാദ് ആദ്യം രജനിയെ തട്ടിയെടുത്തു. എന്നിട്ട് അവളെയും കൊണ്ടാണ് ബംഗ്ലാവിൽ ചെന്നത്. വാതിൽ തുറന്നില്ലെങ്കിൽ രജനിയെ കൊല്ലുമെന്ന് അവൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും. സ്വന്തം കാമുകിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പ്രവീൺ വാതിൽ തുറന്നു. ഒടുവിൽ പ്രവീണിന്റെ കൊലപാതകത്തിന് സാക്ഷിയായ രജനിയെ കൊലപ്പെടുത്തി. അതാണ് സർ സംഭവിച്ചിരിക്കുന്നത്. ഇനി കൃഷ്ണപ്രസാദ് അല്ല കൊല നടത്തിയെങ്കിൽ അയാളുടെ ഷട്ടിൽ എങ്ങനെയാ പ്രവീണിന്റെ രക്തം തെറിച്ചത്? അതിനൊറ്റ സാധ്യതയുള്ളൂ. അതിസമർത്ഥനായ മറ്റാരോ ആണ് യഥാർത്ഥ കൊലയാളി. അയാൾ ആദ്യമേ തന്നെ കൃഷ്ണപ്രസാദിന്റെ ഒരു മുഷിഞ്ഞ ഷർട്ട് കൈക്കലാക്കി. എന്നിട്ട് കൊല നടത്തിയ ശേഷം ആ ഷർട്ടിൽ പ്രവീണിന്റെ രക്തം തെറിപ്പിച്ചു. പിന്നെ ആർക്കും എളുപ്പം കണ്ടെടുക്കാവുന്ന വിധത്തിൽ തോട്ടത്തിൽ കൊണ്ടുപോയി അത് കുഴിച്ചിട്ടു. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ബോഡി വരെ കത്തിച്ചു കളഞ്ഞ പ്രതി എന്തുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ ഷർട്ട് കത്തിച്ചു കളഞ്ഞില്ല? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൃഷ്ണപ്രസാദിനെ കുടുക്കുക എന്നതായിരുന്നു യഥാർത്ഥ പ്രതിയുടെ ലക്ഷ്യം. അതുപോലെ തന്നെ ബോഡി കത്തിച്ചിരിക്കുന്നതും വളരെ കൃത്യമായ വേറൊരു ഉദ്ദേശത്തോടു കൂടിയാ. അത് കിഷോർ പറയുന്ന പോലെ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല. ആയിരുന്നിൽ ബോഡി എന്തിന് ബംഗ്ലാവിന്റെ മുന്നിലിട്ട് തന്നെ കത്തിക്കണം? വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി കത്തിച്ചിരുന്നെങ്കിൽ കൊല്ലപ്പെട്ടത് പ്രവീൺ ആണെന്ന് പോലും നമ്മൾ അറിയില്ലായിരുന്നു. കൊല്ലപ്പെട്ടത് പ്രവീൺ ആണെന്ന് അറിഞ്ഞാലേ നമ്മൾ കൃഷ്ണപ്രസാദിനെ സംശയിക്കൂ. അതിനുവേണ്ടിയാണ് അയാൾ ബോഡി ബംഗ്ലാവിന്റെ മുന്നിലിട്ട് തന്നെ കത്തിച്ചത്. അതിനായിരുന്നെങ്കിൽ ബോഡി കത്തിക്കാതിരിക്കുന്നതല്ലേ നല്ലത്? അതിനുള്ള ഉത്തരമാണ് രജനി. അവൾക്ക് ഈ കേസിൽ ബന്ധമുള്ള കാര്യം മറ്റാരും അറിയരുത്.
അറിഞ്ഞാൽ യഥാർത്ഥ കൊലയാളിയുടെ നേർക്ക് അന്വേഷണം തിരിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രജനിയുടെ ബോഡി കത്തിക്കുക എന്നുള്ളതായിരുന്നു പ്രധാന ലക്ഷ്യം. അത് മറയ്ക്കാൻ വേണ്ടിയാണ് പ്രവീണിന്റെ ബോഡിയും കൂടി കൂടെ കത്തിച്ചത്. ശരിക്കും പറഞ്ഞാൽ അയാൾ കണക്കൂട്ടിയതുപോലെ കാര്യങ്ങൾ നടന്നിരുന്നുവെങ്കിൽ രജനി കൊല ചെയ്യപ്പെട്ട കാര്യം നമ്മൾ അറിയുപോലുമില്ലായിരുന്നു. മഴ വന്നതാണ് അയാളുടെ കണക്കൂട്ടിൽ തെറ്റിച്ചത്. അത്രയ്ക്ക് സമർത്ഥനായ ഒരു കൊലയാളി ഉണ്ടെങ്കിൽ തെളിവ് സഹിതം വിവേകയാളെ അറസ്റ്റ് ചെയ്യും. എങ്കിൽ തെറ്റ് പറ്റിയത് എനിക്കാണെന്ന് ഞാൻ സമ്മതിക്കാം. സർ, ഞാൻ ഇപ്പോഴും പറയുന്നു, കൃഷ്ണപ്രസാദ് ആണ് ഇതിന്റെ പിന്നിൽ. അയാൾ നിരപരാധിയാണെങ്കിൽ എന്തിനാണ് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയത്? ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ കൃഷ്ണപ്രസാദിന്റെ പദ്ധതികൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് ശരിയായിരിക്കാം, പക്ഷെ അതോടൊപ്പം തന്നെ വിവേക് പറഞ്ഞ രീതിയിലും അന്വേഷണം നടക്കട്ടെ. സർ, അതൊന്നുകൂടി. അതിലെന്താ തെറ്റ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരന്വേഷിച്ചാലും കേസ് തെളിയണമെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ കേസ് റീഓപ്പൺ ചെയ്യാം. വിവേക്, യു മേ പ്രൊസീഡ്. താങ്ക് യു സർ. കൃഷ്ണപ്രസാദിനെ രക്ഷിക്കണമെന്ന് നിനക്കെന്താ അത്ര വാശി? അയാളെ ശിക്ഷിക്കണമെന്ന് നിനക്കെന്താ അത്ര വാശി? ഈ കേസ് അന്വേഷിച്ച ഞാനാണെങ്കിൽ കൃഷ്ണപ്രസാദിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ എനിക്കറിയാം. ഈ കേസ് റീഓപ്പൺ ചെയ്തത് ഞാനാണെങ്കിൽ അയാൾ എങ്ങനെ രക്ഷപ്പെടുത്തണമെന്ന് എനിക്കും അറിയാം. നമുക്ക് കാണാം. കാണാം. ആരാത്? ഞാൻ വരുന്നു. പ്രവീൺ കുഞ്ഞ്, എന്തിനാ ഭവനിക്കിനെ പേടിപ്പിക്കണത്? അവൻ കടം മേടിച്ച മുഴുവൻ പൈസ അച്ഛൻ്റെ കയ്യിൽ ഉടനെ ഏൽപ്പിച്ചേക്കാം പോരെ. അയ്യോ, ആരാണെങ്കിലും പേര് പറയാനാണ് നല്ലത്. ആരാടാ വായിൽ ചട്ടിയത്? ധൈര്യമുണ്ടെങ്കിൽ വാടാ, കഴുത്തിയാൻ പറ്റും. 7 യുദ്ധം കണ്ടവരാടാ ഞാൻ. പണ്ട് ടിപ്പു സുൽത്താൻ വന്ന് ഈ വീട് മുഴുവൻ തെരഞ്ഞിട്ടും ഞാൻ ഒളിച്ചിരുന്ന പട്ടാളം കണ്ടുപിടിക്കാൻ പറ്റില്ല. ആ എന്നെയാണോ നീ പേടിപ്പിക്കണേ? പനിക്ക് വളരെ കുറവുണ്ട്, പക്ഷേ വയറിളക്ക് ഇതുവരെ നിന്നിട്ടില്ല. വയറിളകിയത് പേടിച്ചിട്ടല്ല. ഞാൻ ഋഷികേശത്ത് പോകാൻ സ്വരുക്കൂട്ടി വെച്ചിരുന്ന രൂപ 30,000 അവൻ്റെ കയ്യിലേക്ക് എടുത്തു കൊടുത്തത്. ആ ആന്തലിൽ ഇളകാൻ തുടങ്ങിയതാ. ഇനി ഇത് മാറണമെങ്കിൽ ആ സങ്കടം തീരണം. അത് ഈ ജന്മത്തുണ്ടാവില്ല. കൊച്ചി രാജവംശത്തെ പേര് കേട്ട കുഞ്ഞുകുട്ടൻ തമ്പുരാന് വയറിളകി ചാവാനായിരിക്കും വിധി. അമ്മാവൻ വിഷമിക്കണ്ട, പോയ രൂപ ഞാൻ തരാം. ഇനി അവൻ വന്ന അമ്മാവൻ എന്നെ വിവരം അറിയിച്ചാൽ മതി. ഇനി അവൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ ഈ നാട് വിട്ടും പോവില്ല. അവന്റെ ലക്ഷ്യങ്ങൾ പലതും ഇവിടെ ബാക്കി കിടക്കുകയല്ലേ. ഇത്രയും നാളത്തെ അന്വേഷണത്തിനൊരു പോരായ്മയുണ്ടായിരുന്നു. അത് കൃഷ്ണപ്രസാദിനെ ചുറ്റിപ്പറ്റി മാത്രമുള്ള അന്വേഷണമായിരുന്നു. പ്രവീണിനോടൊപ്പം കൊല ചെയ്യപ്പെട്ട രജനിയെക്കുറിച്ച് ആരും ഇതുവരെ വിശദമായിട്ട് അന്വേഷിച്ചിട്ടില്ല. അവൾക്ക് ഈ സംഭവത്തിലുള്ള പങ്കെന്താണെന്നറിയാതെ ഈ കേസിന്റെ അന്വേഷണം പൂർണ്ണമാവില്ല. നമുക്ക് ആദ്യം അറിയേണ്ടത് രജനി എങ്ങനെയാ കൊല ചെയ്യപ്പെട്ടെന്നാ. വേറെ ആയുധങ്ങളൊന്നും കിട്ടിയിട്ടില്ലല്ലോ സാർ. അപ്പോ ഇരുമ്പോടി തന്നെ ആകാനാണ് സാധ്യത. അത് ഉറപ്പുവരുത്താൻ ഒരു വഴിയുണ്ട്. പ്രവീണിന്റെ രക്തം A പോസിറ്റീവാണ്, രജനിയുടേത് AB പോസിറ്റീവും. അതേ വടി കൊണ്ട് തന്നെയാണ് രജനിയെ കൊലപ്പെടുത്തിയതെങ്കിൽ വടിയിൽ പ്രവീണിന്റെ A പോസിറ്റീവ് രക്തം കൂടാതെ രജനിയുടെ AB പോസിറ്റീവ് രക്തം കൂടി പറ്റിയിട്ടുണ്ടാവണം. ഷെരീഫ്, ഒന്ന് ചെക്ക് ചെയ്യണേ സർ. പിന്നെ ഇത് രജനിയുടെ ടെലിഫോൺ ഡയറിയാ. ഇതിൽ ദീപ എന്ന് എഴുതിയിരിക്കുന്ന പേരിന് നേരെയുള്ള നമ്പറിന് ഒരു പ്രത്യേകതയുണ്ട്. അത് നമ്മൾ ആദ്യം ചോദ്യം ചെയ്ത ദേവരാജന്റെ വീട്ടിലെ നമ്പറാ. അപ്പൊ ഈ പറയുന്ന ദീപ ദേവരാജന്റെ ആരാ? ഇതാണ് എന്റെ പെങ്ങളെ ദീപ. നിങ്ങളെയല്ലേ തമ്പുരാൻ സ്പോൺസർ ചെയ്യാൻ നേറ്റിരുന്നു? അതെ സർ. ദീപ ഇപ്പൊ എന്ത് ചെയ്യുന്നു? വീടിനടുത്ത് ഒരു ഡാൻസ് സ്കൂൾ നടത്തുക.
ദീപയ്ക്ക് എങ്ങനെയാ രജനിയെ പരിചയം? ഒരിക്കൽ ബസ്സിൽ വെച്ച് പരിചയപ്പെട്ടതാ. നിങ്ങൾ വലിയ ഫ്രണ്ട്സ് ആയിരുന്നു അല്ലേ? ആദ്യമൊക്കെ ആയിരുന്നു. പിന്നീട് എന്ത് പറ്റി? ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് നിർത്തി. എന്താ കാരണം? അവര് ഒരു ചീത്ത സ്ത്രീയാന്ന് മനസ്സിലായി. ചീത്ത സ്ത്രീ എന്ന് വെച്ചാ? പേടിക്കണ്ട, സാറിനോട് പറഞ്ഞോളൂ. രജനി ഒരു കോൾ ഗേൾ ആയിരുന്നു. കോൾ ഗേളോ? അതെ സർ, വലിയ പണക്കാരായിട്ടായിരുന്നു അടുപ്പം. രജനി എങ്ങനെ പറഞ്ഞോ? ഇല്ല, പക്ഷെ അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. രജനി ആരെങ്കിലും ഭയപ്പെട്ടിരുന്നായി അറിയാമോ? അവർക്ക് മുരളിമോഹനെ പേടിയായിരുന്നു. ഏത്? വക്കീൽ മുരളിമോഹൻ? അതെ സർ. എന്താ കാരണം എന്നറിയോ? അയാളുടെ ഭാര്യ ഒരു ചീത്ത സ്ത്രീയായിരുന്നു. ആര്? കാണാതായ ആ സ്ത്രീയോ? അതെ സർ. മുരളിമോഹൻ സ്ഥലത്തില്ലാത്തപ്പോഴൊക്കെ അവർക്ക് മറ്റൊരാളുമായി രഹസ്യ ബന്ധമുണ്ടായിരുന്നു. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നത് രജനിയായിരുന്നു. അതെങ്ങാനും അറിഞ്ഞ മുരളിമോഹൻ കൊന്നു കളയുന്നുള്ള പേടി രജനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അതൊക്കെ അറിഞ്ഞപ്പോഴാ ഞാൻ അവരായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്ന് വെച്ചത്. മുരളിമോഹന്റെ ഭാര്യയ്ക്ക് ആരുമായിട്ടായിരുന്നു ബന്ധം? മരിച്ചുപോയ പ്രവീണുമായിട്ട്. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്നറിയാം, പക്ഷെ സത്യം അതാണ്. തന്നെ വഞ്ചിച്ച ഭാര്യ, പ്രവീൺ, രജനി, ഇവരെ മൂന്നുപേരെയും മുരളിമോഹൻ കൊലപ്പെടുത്തി. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത്രയും നാളും നമുക്ക് പിടിതരാതെ വിട്ട് കിടന്ന സംഭവങ്ങൾക്ക് പെട്ടെന്ന് പൊതുവായൊരർത്ഥം ഉണ്ടായത് കേട്ടോ. എന്തർത്ഥം? ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, എന്റെ ഭാര്യ അവളുടെ ഏതോ കാമുകന്റെ കൂടെ ഒളിച്ചോടിയതാ. അല്ല, നിങ്ങളുടെ ഭാര്യയ്ക്ക് പ്രവീണുമായിട്ട് രഹസ്യബന്ധമുണ്ടായിരുന്നു. അതറിഞ്ഞപ്പോഴാണ് നിങ്ങൾ അവരെ കൊന്നത്. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതിനല്ലേ നിങ്ങൾ രജനിയും കൊന്നത്? എന്തൊക്കെ അസംബന്ധങ്ങളാണ് നിങ്ങൾ ഈ പറയുന്നത്? എനിക്ക് രജനിയെ അറിയ പോലും ഇല്ല. നിങ്ങൾക്കറിയാം, കാരണം അവരെ മൂന്നുപേരെയും ഒരുമിച്ച് കൊല്ലേണ്ട ആവശ്യം ഈ ലോകത്ത് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. എങ്കിൽ പിന്നെ തെളിവ് സഹിതം നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യും. തെളിവ് നശിപ്പിക്കാൻ അറിയാവുന്ന ഒരു ക്രിമിനൽ വക്കീലിന്റെ അഹങ്കാരമാണ് നിങ്ങൾ ഈ പറഞ്ഞത്. പക്ഷെ ഒന്നോർത്തോളൂ, നിങ്ങൾ കാണാതെ പോയ ഒരു തെളിവെങ്കിലും ബാക്കിയുണ്ടാവും. അത് ഞാൻ കണ്ടെത്തും. മൂന്നുപേരെ കൊന്നതിന് നിങ്ങളെ കൊണ്ട് ആ സമാധാനം പറയിക്കുകയും ചെയ്യും. സർ, പ്രവീൺ കൊല്ലപ്പെടുന്ന സമയത്ത് മുരളിമോഹൻ തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു. ജില്ലാ ജഡ്ജിയുടെ മൊഴി നമുക്ക് വിശ്വസിച്ചേ പറ്റൂ. മുരളിമോഹന് വേണ്ടി കൊല നടത്തിയത് ഒരു വാടക കൊലയാളിയാണെങ്കിലോ? അതുകൊണ്ടാണ് നമ്മൾ എത്ര അന്വേഷിച്ചിട്ടും അയാൾക്കെതിരെ ഒരു തെളിവുകളും കിട്ടാത്തത്. അതാണ് അയാൾ കാണിക്കുന്ന ഈ ധൈര്യത്തിന്റെ രഹസ്യവും. ശരിയാണ് സർ, അയാൾക്കിതിൽ യാതൊരു പങ്കുമില്ലെന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാ അന്ന് രാത്രി ജില്ലാ ജഡ്ജിയുടെ വീട്ടിൽ പോയി താമസിച്ചത്. കൊല നടത്താൻ ഉപയോഗിച്ച ഇരുമ്പ് വടി ഞാൻ പരിശോധിച്ചു. അതിൽ പ്രവീണിന്റെ എ പോസിറ്റീവ് രക്തമുണ്ട്, രജനിയുടെ എ ബി പോസിറ്റീവ് രക്തവും ഉണ്ട്. പക്ഷെ ഇത് രണ്ടും കൂടാതെ മൂന്നാമതൊരാളുടെ രക്തം കൂടി ഇതിൽ പറ്റിയിട്ടുണ്ട്. അത് ഓ പോസിറ്റീവ് രക്തമാണ്. അതൊരു പക്ഷെ മുരളിമോഹന്റെ കാണാതായ ഭാര്യ ആയിരിക്കും. ഒരിക്കലുമല്ല, കാരണം അവരെ കാണാതായത് 6 മാസം മുമ്പാ. അപ്പൊ പിന്നെ ആരായി മൂന്നാമൻ? കൊല നടത്തിയാൾ അല്ലാതാരാ? ഷെരീഫ്, എന്റെ തിയറി ഇതാണ്. കൊല നടത്താൻ വന്ന വാടക കൊലയാളിയെ പ്രവീൺ തിരിച്ചു ആക്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായി കൊലയാളിയുടെ കയ്യിലൊരു മുറിവ് പറ്റി. അതിൽ നിന്നുള്ള രക്തമാണ് വടിയിൽ പറ്റിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ കൊലയാളിയെ കുറിച്ചുള്ള ആദ്യത്തെ ക്ലൂ നമുക്ക് കിട്ടി. അയാളുടെ രക്തം ഓ പോസിറ്റീവ് ആണ്. പക്ഷേ കേരളത്തിൽ 60% ആളുകൾക്കും ഓ പോസിറ്റീവ് രക്തമാണ്. അതിൽ നിന്ന് നമുക്ക് വേണ്ട ആളെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? കൊല നടന്ന മുറിയിലെ ചവറ്റുകൊട്ടെന്ന് എനിക്കൊരു പത്രത്തിന്റെ കഷ്ണം കിട്ടി. എന്തോ സാധനം പൊതിഞ്ഞു കൊണ്ടുവന്ന ശേഷം ചുരുട്ടിക്കൂട്ടി ചവറ്റുകൊട്ടിലിട്ടതാ. അതിന്റെ ഈ ഭാഗത്ത് വൃത്താകൃതിയിൽ പേപ്പർ മടങ്ങിയൊരു പാട് കാണാം. എന്ത് പൊതിഞ്ഞപ്പോഴായിരിക്കും ഇങ്ങനൊരു പാടുണ്ടായത്? കൊലയ്ക്കുപയോഗിച്ച് ഈ വടിയുടെ അറ്റം പൊതിഞ്ഞപ്പോഴാണ് പേപ്പർ വൃത്താകൃതിയിൽ മടങ്ങിയത്. ഇതിന്റെ ഒരു വശത്ത് വല്ലാർപാടം പ്രദേശത്തെ ലോക്കൽ ന്യൂസ് മാത്രമേ ഉള്ളൂ. അതായത് വല്ലാർപാടം പ്രദേശത്ത് മാത്രം വിതരണം ചെയ്തിട്ടുള്ള പത്രക്കടലാസാണിത്. അപ്പോ കൊലയാളി മിക്കവാറും ആ ഭാഗത്തുള്ള ആളാവണം. സാർ, അങ്ങനെയാണെങ്കിൽ മറ്റൊരു സംഗതിയുണ്ട്. രജനിയെ കാണാതാവുന്നതിന് മുമ്പ് അവൾക്ക് വന്ന ഫോൺ കോളുകളുടെ ലിസ്റ്റാണിത്. അതിൽ 3 എണ്ണം സംശയകരമായി തോന്നുന്നു. കാരണം അത് 3 വന്നിരിക്കുന്നത് കേരളത്തിന് പുറത്തുനിന്ന്. ആദ്യത്തേത് ഡൽഹിയിൽ നിന്ന്, രണ്ടാമത്തേത് ഭോപ്പാലിൽ നിന്ന്, മൂന്നാമത്തേത് സേലത്ത് നിന്ന്. എപ്പോഴൊക്കെയാണ് വന്നിരിക്കുന്നത്? 9-ാം തീയതി ഉച്ചയ്ക്ക് 11-ന് ഡൽഹിയിൽ നിന്നുള്ള കോള്, അന്ന് രാത്രി 8 മണിക്ക് ഭോപ്പാലിൽ നിന്നുള്ള കോള്, പിന്നെ പിറ്റേന്ന് രാത്രി 2:30-ന് സേലത്ത് നിന്നുള്ള കോളും. ആ 3 കോളുകളും ചെയ്തിരിക്കുന്നത് ഒരാൾ തന്നെയാവില്ലേ? അതെങ്ങനെയാണ് സർ? 3 കോളുകളും വന്നിരിക്കുന്നത് 3 സ്ഥലത്ത് നിന്നല്ലേ? അയാൾ യാത്ര ചെയ്യുകയായിരുന്നെങ്കിലോ? ഡൽഹി, ഭോപ്പാൽ, സേലം, ഇത് 3 വളരെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളാണ്. ഡൽഹിയിൽ നിന്നും പുറപ്പെടുന്ന ഒരു എക്സ്പ്രസ് ട്രെയിൻ
ഭോപ്പാലിലും സേലത്തും ഓടിയെത്തുന്ന അതേ സമയങ്ങളിലാണ് അവിടെ നിന്നുള്ള കോളുകൾ വന്നിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിലുള്ള പബ്ലിക് ടെലിഫോൺ ബൂത്തിൽ നിന്നാവും അയാൾ വിളിച്ചിരിക്കുക. ആ ട്രെയിൻ കേരളത്തിലേക്കുള്ളതാണെങ്കിൽ അത് വന്നതിന്റെ 2-ാം ദിവസമാണ് രജനി വീട്ടിൽ നിന്ന് പോയത്. പിന്നെ ആരും അവളെ ജീവനോടെ കണ്ടിട്ടില്ല. നമ്മുടെ തിയറി ശരിയാണെങ്കിൽ കൊലയാളി വല്ലാർപാടം സ്വദേശിയാണ്. ഡൽഹിയിലോ അതിന് വടക്കുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തോ ആണ് അയാൾ ജോലി ചെയ്യുന്നത്. 9-ാം തീയതി ഉച്ചയ്ക്ക് 11 മണിക്ക് ശേഷം ഡൽഹിയിൽ നിന്നും പുറപ്പെടുന്ന ഒരു എക്സ്പ്രസ് ട്രെയിനിലാണ് അയാൾ യാത്ര തിരിച്ചത്. ആ ട്രെയിൻ അന്ന് രാത്രി 8 മണിക്ക് ഭോപ്പാലിലും പിറ്റേന്ന് രാത്രി 2:30 സേലത്തും എത്തിയിട്ടുണ്ട്. റെയിൽവേയുടെ ലോഗ് ബുക്ക് പരിശോധിച്ചാൽ ഈ പറയുന്ന സമയങ്ങൾ പാലിച്ചിട്ടുള്ള ട്രെയിൻ ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മിസ്റ്റർ ഷെരീഫ്, ആ ട്രെയിനിന്റെ റിസർവേഷൻ ലിസ്റ്റ് പരിശോധിച്ച ഡൽഹിയിൽ നിന്നും എറണാകുളത്തേക്ക് ടിക്കറ്റ് റിസർവ് ചെയ്തിരിക്കുന്ന വല്ലാർപാടം സ്വദേശിയായ ഒരു യാത്രക്കാരനെങ്കിലും ഉണ്ടാവണം. ഉണ്ടെങ്കിൽ അയാളാണ് നമ്മൾ അന്വേഷിക്കുന്ന കൊച്ചുമിടുക്കൻ. ബ്രില്യന്റ്, ഔട്ട്സ്റ്റാൻഡിംഗ്, അമേസിംഗ്, സൂപ്പർ. ഇതിലേതാ ഞാൻ പറയണ്ടേ? ഇപ്പൊ എങ്ങനെയുണ്ട്? വേണമെന്ന് വെച്ചാൽ വിവേകിനും മിടുക്കനാവാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞത് വിശ്വാസായോ? സത്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി മാത്രമല്ല ഞാനിപ്പോ ഈ കേസ് അന്വേഷിക്കുന്നത്, നമുക്കൂടെ വേണ്ടിട്ടാ. എനിക്കിപ്പോ എന്റെ വിവേകിനെ തിരിച്ചു കിട്ടിയ പോലെ. ഈ കേസ് ഞാൻ തെളിയിക്കും. പിന്നെ ആർക്ക് വേണ്ടിട്ടും എന്റെ പെണ്ണിനെ ഞാൻ വിട്ടുകൊടുക്കില്ല. എനിക്കറിയായിരുന്നു ഇത്രയും സ്നേഹിച്ചിട്ട് ദൈവം നമ്മളെ പിരിക്കില്ലെന്ന്. അയാളെ എപ്പോഴും അറസ്റ്റ് ചെയ്യാൻ പറ്റുക? ഏത് നിമിഷവും. സർ, റെയിൽവേയുടെ മെസ്സേജ് കിട്ടി. നമ്മൾ അന്വേഷിച്ച ട്രെയിൻ കേരള എക്സ്പ്രസ് ആണ്. അതിന്റെ റിസർവേഷനിൽ ഡൽഹിയിൽ നിന്ന് എറണാകുളത്തേക്ക് ടിക്കറ്റ് എടുത്തത് 162 പേരാ. അതിൽ 97 പേരാണ് പുരുഷന്മാരായിട്ടുള്ളത്. റെയിൽവേയുടെ റിസർവേഷൻ റെക്കോർഡിൽ നിന്ന് അവരുടെ എല്ലാം ഡൽഹിയിൽ അഡ്രസ് കിട്ടി. ആ കൂട്ടത്തിൽ വല്ലാർപാടം സ്വദേശിയായ ഒറ്റ യാത്രക്കാരൻ ഉണ്ടായിരുന്നുള്ളൂ. അയാളൊരു പട്ടാളക്കാരനാണ്. പേര് ക്യാപ്റ്റൻ നന്ദകുമാർ. ചണ്ഡീഗറിലെ ഇൻഫൻട്രി യൂണിറ്റിലാണ് അയാൾ വർക്ക് ചെയ്യുന്നത്. ഷെരീഫ്, കം. അങ്ങനെയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട്. ഈ കേസ് അന്വേഷിച്ച് എല്ലാവരും വിട്ടുകളഞ്ഞൊരു സംഗതി. എന്താണ് സാർ? കൊല നടന്ന മുറിയുടെ തറയിൽ ആരും ശ്രദ്ധിക്കാതെ പോയൊരു രക്തപ്പാടുണ്ട്. അതിന്റെ ഫോട്ടോസ് അത്. സി, ഒരു പെർഫ്യൂം സ്പ്രേ ചെയ്തതുപോലെ അതിസൂക്ഷ്മമായ 100 കണക്കിന് രക്തത്തുള്ളികളാണ് ഇതിൽ കാണുന്നത്. രക്തം തെറിക്കുന്നതിന്റെ വേഗത കൂടുമ്പോഴാണ് തുള്ളികളുടെ വലിപ്പം കുറയുന്നത്. ഒരു പെർഫ്യൂം സ്പ്രേ ചെയ്തതുപോലെ അതിസൂക്ഷ്മമായ 100 കണക്കിന് തുള്ളികൾ ഉണ്ടാവണമെങ്കിൽ രക്തം അതിഭയങ്കരമായ വേഗത്തിൽ തെറിക്കണം. അത്രയും ഭയങ്കരമായ വേഗത്തിൽ രക്തം തെറിക്കണമെങ്കിൽ വടികൊണ്ടടിച്ചാൽ മാത്രം മതിയോ ഷെരീഫ്? കം. ശരിയാണ് സർ. എത്ര വേഗത്തിൽ ബീറ്റ് ചെയ്താലും അത്രയും ചെറിയ ബ്ലഡ് ഡ്രോപ്സ് ഉണ്ടാവുന്നില്ല. ഉണ്ടാവില്ല. കാരണം അത്രയും വേഗത്തിൽ രക്തം തെറിപ്പിക്കാൻ കഴിയുന്ന ഒറ്റ ആയുധമേ ഉള്ളൂ. സി, ഓക്കെ, ഇതുപോലത്തെ പാടുകളല്ലേ ആ ഫോട്ടോയിൽ കാണുന്നത്? ശരിയാണ് സർ. സാറ് പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്കൊന്നും. കമോൺ. അതായത് ഇരുമ്പുപൊടി കൊണ്ട് അടിച്ചെങ്കിലും രജനിയുടെ മരണം ഉറപ്പാക്കിയിരിക്കുന്ന ഒരു തോക്ക് ഉപയോഗിച്ചാണ്. ഈ കേസിൽ ഇത് വളരെ പ്രധാനമാണ്. കാരണം നമ്മൾ സംശയിക്കുന്ന ആൾ ഒരു പട്ടാളക്കാരനാണ്. തോക്ക് ഉപയോഗിച്ച് നല്ല ശീലമുള്ള ആൾ. ഏതായാലും അയാളുടെ ജോലി കൊള്ളാം. ഫുൾ ടൈം പട്ടാളക്കാരൻ, പാർട്ട് ടൈം വാടക കൊലയാളി. അയാളെ അറസ്റ്റ് ചെയ്തല്ലോ സാർ. വരട്ടെ. അതിനു മുമ്പ് ചണ്ഡീഗറിലെ ഇൻഫൻട്രി യൂണിറ്റിൽ കോൺടാക്ട് ചെയ്യണം. ക്യാപ്റ്റൻ നന്ദകുമാറിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം. പിന്നെ അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് പ്രത്യേകം ചോദിച്ചറിയണം. കാരണം നമ്മുടെ തിയറി ശരിയാണെങ്കിൽ അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് O പോസിറ്റീവ് ആയിരിക്കും. സർ, പിന്നെ ചണ്ഡീഗറിലെ ഇൻഫൻട്രി യൂണിറ്റിൽ നിന്ന് മറ്റൊരു വിവരം കൂടി ശേഖരിക്കണം. അവിടെ നിന്ന് ഏതെങ്കിലും ഒരു തോക്ക് മോഷണം പോയിട്ടുണ്ടോന്ന്. ശരി സാർ. പ്രീതു, വിവേകിന്റെ അന്വേഷണം വഴിതെറ്റി പോവുക. ഞാൻ കണ്ടെത്തിയതാ സത്യം. കൃഷ്ണപ്രസാദ് തന്നെയാ യഥാർത്ഥ കൊലയാളി. പ്രീതുവിനെ കൂടി കൊന്നാലേ അവന്റെ ഉദ്ദേശം നടക്കൂ. പ്രീതു വളരെ സൂക്ഷിക്കണം. എന്റെ തിയറി ശരിയാണെങ്കിൽ അധികം താമസിയാതെ അവൻ പ്രീതുവിനെ കൊല്ലാൻ ശ്രമിക്കും.
പ്രീതു എവിടെ? മുകളിലുണ്ട്. പ്രീതു, എന്താ കിഷോർ, എന്ത് പറ്റി? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ തനിച്ചിരിക്കരുതെന്ന്. അതിനിപ്പോ എന്താ ഉണ്ടായേ? ബാ നോക്ക്. ആ വാതില് ഞാൻ ഇപ്പൊ അടച്ചു കുറ്റിയിട്ടതാ. കൊട്ടാരത്തിന് പുറത്ത് മഫ്റ്റിയിൽ ഞാൻ പോലീസിനെ നിർത്തിയിട്ടും അവരുടെ കണ്ണു വെട്ടിച്ച് അവൻ ഇതിനകത്ത് കടന്നു. അതുപോലെ തന്നെ രക്ഷപ്പെടുകയും ചെയ്തു. ആരെയാണോ ഇവിടെ എല്ലാരും കൂടി രക്ഷപ്പെടുത്താൻ നോക്കുന്നത് അവൻ തന്നെ. പ്രീതുവിന്റെ ജീവൻ വെച്ചാ എല്ലാവരുടെയും കളി, അത് മറക്കണ്ട. മിസ്റ്റർ വിവേക്, ചാണ്ടിഗറിൽ നിന്ന് ക്യാപ്റ്റൻ നന്ദകുമാറിന്റെ മെഡിക്കൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പക്ഷേ കുറച്ച് പ്രശ്നമുണ്ട്. അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ O പോസിറ്റീവ് അല്ല, B നെഗറ്റീവ് ആണ്. അതിന്റെ അർത്ഥം യഥാർത്ഥ കൊലയാളി നന്ദകുമാർ അല്ല. നിങ്ങളുടെ തിയറിയിൽ എവിടെയോ തെറ്റുപറ്റി. സർ, നമുക്ക് എവിടെയോ വഴിതെറ്റിന്ന് എനിക്കും തോന്നിയിരുന്നു. കാരണം കുറെ ദിവസങ്ങളായിട്ട് നമ്മളയാളെ ഫോളോ ചെയ്യുക. നന്ദകുമാറിന്റെ ഒരു പ്രവൃത്തിയും ഒരു കൊലയാളിയുടെ പോലെ തോന്നിച്ചില്ല. തന്നെയുമല്ല, അടുത്ത ആഴ്ച അയാളുടെ വിവാഹമാണ്, അതും അയാളുടെ മുറപ്പെണ്ണുമായിട്ട്. ഇത്തവണ നന്ദകുമാർ ലീവ് എടുത്ത് നാട്ടിൽ വന്നത് തന്നെ അവരുടെ വിവാഹത്തിന് വേണ്ടിയാണ്. ഇതൊന്നും ഒരു കൊലയാളിയുടെ പ്രവൃത്തിക്ക് ചേരുമല്ലോ സാർ. ഞാൻ പറഞ്ഞില്ലേ ഡോക്ടർ, എന്റെ തിയറിയാ ശരി. പക്ഷേ കൃഷ്ണപ്രസാദിനെ പിടിച്ചാലത് ഉറപ്പ് പറയാൻ പറ്റൂ. കഴിഞ്ഞ തവണ അവൻ ജസ്റ്റാ രക്ഷപ്പെട്ടത്. ഇനി അവൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. ഗുഡ് ലക്ക്. താങ്ക് യു ഡോക്ടർ. കിഷോർ പറഞ്ഞതാ ശരി. കൃഷ്ണപ്രസാദ് തന്നെയാ കൊലയാളി. അയാൾ തന്നെ എന്നെ കൊല്ലാൻ ശ്രമിച്ചത്. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട്. പ്രീതുവിനെതിരായ വധശ്രമം നടക്കുമ്പോൾ രാത്രി 9 മണിയായിട്ടുള്ളൂ. കൊട്ടാരത്തിലുള്ളവരാരും ഉറങ്ങിയിട്ടില്ലെന്ന് ഉറപ്പുള്ള സമയത്ത് ആരെങ്കിലും കൊല നടത്താൻ ശ്രമിക്കുമോ? അപ്പോ പ്രീതുവിനെ കൊല്ലുകയായിരുന്നില്ല അയാളുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഞാൻ പറയണത്, പ്രീതുവിനെ ആക്രമിച്ചത് കൃഷ്ണപ്രസാദ് അല്ല, പിന്നെ ആര്? ക്യാപ്റ്റൻ നന്ദകുമാർ. വിവേക് ഇപ്പോഴാ നന്ദകുമാറിന്റെ പിന്നാലെയാണോ? ബ്ലഡ് ഗ്രൂപ്പിന് തെളിഞ്ഞതല്ലേ അയാളല്ല കൊല നടത്തിയതെന്ന്. പിന്നെന്താ? എന്തോ എന്റെ തിയറി തെറ്റാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. കാരണം ഇത്രയും തെളിവുകൾ ഒന്നിച്ചു വന്നിട്ട് ഒരു കേസും വഴിതെറ്റി പോവില്ല. എനിക്ക് തോന്നണത് ഈ കേസിൽ ആരോ തിരിമറി നടത്തിയിട്ടുണ്ടെന്നാ. ആര് തിരിമറി നടത്താൻ? പ്രവീൺ മരിച്ചാൽ കൃഷ്ണപ്രസാദിനേക്കാളും മുരളീമോഹനേക്കാളും ഒക്കെ പ്രയോജനം കിട്ടുന്ന മറ്റൊരാളുണ്ട്. അയാളെ നമ്മളിതുവരെ സംശയിച്ചിട്ടേ ഇല്ല. ആരാത്? കിഷോർ. നമ്മുടെ കിഷോറോ? അതെ. കൊട്ടാരത്തിലെ കീഴ്വഴക്കമനുസരിച്ച് പ്രീതുവിന് കിഷോറിന് തന്നെ കിട്ടും. പക്ഷെ അവൻ അപ്പോഴും തമ്പുരാനാവില്ല. പക്ഷെ പ്രവീൺ മരിച്ചു പോവുകയാണെങ്കിലോ പ്രീതുവിന് വിവാഹം കഴിക്കുക വഴി അവൻ അടുത്ത രാജാവാകാനും പറ്റും. ഇല്ല വിവേക്, കിഷോർ അങ്ങനെ ചെയ്യില്ല. കിഷോർ അങ്ങനെ ചെയ്യില്ല, അതെനിക്കും അറിയാം. പക്ഷേ കിഷോർ പോലും അറിയാതെ അവനെ രാജാവാക്കാൻ വേണ്ടി കിഷോറിന്റെ അച്ഛനായിക്കൂടെ പ്രവീണിനെ കൊലപ്പെടുത്തിയത്. എന്നിട്ട് കൃഷ്ണപ്രസാദിനെതിരെ കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കി. അതായിക്കൂടെ സംഭവിച്ചത്. കിഷോറിന്റെ അച്ഛൻ ഭയങ്കര വക്രബുദ്ധിയാ. സ്വന്തം മകനെ രാജാവാക്കാൻ വേണ്ടി അയാൾ ഇതും ഇതിലപ്പുറം ചെയ്യും. വിവേക് എന്തായി പറയുന്നേ? ഞാൻ മരിച്ച കിഷോറിന് രാജാവാകാൻ പറ്റില്ല. അപ്പൊ പിന്നെ കിഷോറിന്റെ അച്ഛൻ എന്നെ കൊല്ലാൻ ശ്രമിക്കോ? അവിടെയാണ് അയാൾ മിടുക്ക് കാണിച്ചത്. പ്രീതുവിനെ അയാൾ ഒരിക്കലും കൊല്ലില്ല. പകരം പ്രീതുവിനെ ആരോ കൊല്ലാൻ ശ്രമിക്കുന്നത് അയാൾ വരുത്തി തീർത്തു. അപ്പൊ പിന്നെ ആരെങ്കിലും കൃഷ്ണപ്രസാദിനെ സംശയിക്കൂ? അതുകൊണ്ടൊക്കെയാ ഞാൻ പറയണേ, കിഷോറിന്റെ അച്ഛൻ ഏർപ്പാടാക്കിയ വാടക കൊലയാളിയായിരിക്കും ഈ നന്ദകുമാർ. അയാൾ അറസ്റ്റിലായാൽ സത്യം മുഴുവൻ പുറത്തു വരും. സ്വന്തം അച്ഛനെതിരെയാണ് തെളിവുകൾ നീങ്ങുന്നെന്ന് അറിഞ്ഞപ്പോഴായിരിക്കണം നന്ദകുമാറിനെതിരെയുള്ള തെളിവുകളിൽ കിഷോർ എന്തോ തിരിമറി കാണിച്ചത്. അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി ഏതൊരു മകനും അങ്ങനെ ഒരു തെറ്റ് ചെയ്തു പോവും. ഈ കേസിൽ കിഷോർ അങ്ങനെ ഒരു തിരിമറി കാണിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ വിടരുത്. കിഷോറിനെ കൊണ്ട് തന്നെ സ്വന്തം അച്ഛൻ അറസ്റ്റ് ചെയ്യിക്കണം. അതത്ര എളുപ്പമല്ല. കാരണം നിരപരാധിയായ കൃഷ്ണപ്രസാദിനെതിരെ അവരെല്ലാ തെളിവുകളും ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ആ പാവത്തിനെ രക്ഷിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. അന്ന് കിഷോർകുട്ടി കാര്യമായിട്ട് പറഞ്ഞാണോന്ന് എനിക്കറിയില്ല. കൃഷ്ണപ്രസാദ് കൊണ്ടുപോയ കാശ് തരാന്ന് ഏറ്റിരുന്നേ. ഓ, ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. എപ്പോഴാ വേണ്ടേ? അത്രയൊന്നും വേണ്ട, ഒരു 10,000 കിട്ടിയാ മതി. ഋഷികേശൻ ഞാൻ വേണ്ടാന്ന് വെച്ചു, പകരം രാമേശ്വരം ആക്കി.
ഞാൻ ഇപ്പൊ തന്നെ ചെക്ക് തരാം. അമ്മാവൻ ബാങ്കിൽ പോയി എടുത്തോളൂ. അതെ, മരിക്കണേ 2 ദിവസം മുമ്പ് പ്രവീൺ കുട്ടിയും ഒരു ചെക്ക് തന്നിരുന്നേ കടായിട്ട്. അപ്പൊ ഞാനും 2 ദിവസത്തിനകം തട്ടിപ്പോന്നാണോ? പറയാൻ പറ്റില്ല, അത്രയ്ക്കും കൈപ്പുണ്യാണേ. ആ ഇപ്പൊ 12 1 മണിക്ക് മുമ്പേ ചെന്നോളൂ. എന്റെ ശേഖർ, ഞാനാ സർ. പൂമംഗലത്തെ കുഞ്ഞുകുട്ടൻ തമ്പുരാനെ ഞാൻ ചെക്ക് കൊടുത്ത് ബാങ്കിലേക്ക് അയച്ചിട്ടുണ്ട്. പണം വാങ്ങിക്കഴിഞ്ഞാലുടൻ തമ്പുരാനെ ഫോളോ ചെയ്യണം. ഓക്കെ? ഓക്കെ സർ. ഇനിയെങ്കിലും നീ ഇങ്ങനെ കറങ്ങി നടക്കാതെ എങ്ങോടെങ്കിലും പോയി രക്ഷപ്പെടാൻ നോക്ക്. കൊടുക്കും വല്യച്ഛനും ഞാൻ ഒരു ഭാരമില്ലേ? അതുകൊണ്ടല്ല, എന്നെങ്കിലും തമ്പുരാൻ നിന്നെ മകനായിട്ട് അംഗീകരിക്കുമെന്നായിരുന്നു എന്റെ വിശ്വാസം. പക്ഷെ ഇപ്പൊ നിന്റെ കഴുത്തിൽ കൊലക്കയറ് വീഴല്ലേ എന്നാ എന്റെ പ്രാർത്ഥന. നീ പോ, എവിടെയെങ്കിലും പോയി നീ രക്ഷപ്പെടും. എന്നാലും കിഷോറുട്ടി, അമ്മാവനോട് ഈ ചതി വേണ്ടായിരുന്നു. അമ്മാവന് ഈ ചതി എന്നോടും വേണ്ടായിരുന്നു. ഏതായാലും രാമേശ്വരം യാത്ര മുടക്കണ്ട. പണ്ട് വേളി കഴിക്കാൻ കൊതിച്ചിരുന്ന പെണ്ണ് മറ്റൊരാളുടെ കുട്ടിക്ക് ജന്മം നൽകുന്ന കണ്ടിട്ടും എല്ലാം ഉള്ളിലൊതുക്കി ജീവിച്ച അമ്മാവനോട് എനിക്കെന്നും ബഹുമാനേ തോന്നിയിട്ടുള്ളൂ. ഇപ്പോ തനിക്ക് പിറക്കാതെ പോയ മകനെ സ്വന്തം മകനെ പോലെ കരുതി സ്നേഹിക്കുന്ന കാണുമ്പോൾ അമ്മാവനോടുള്ള ആദരവ് പിന്നെയും കൂടുക. ഞാൻ പറഞ്ഞ സത്യമാണ്. ഞാനല്ല പ്രവീണിനെ കൊന്നത്. പ്രീതുവിനെ കൊല്ലാൻ ശ്രമിച്ചത് നിങ്ങളല്ലേ? അല്ലെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു. എത്ര ചോദിച്ചാലും അവൻ കൺഫസ് ചെയ്യില്ല. വേണമെങ്കിൽ അവനെ കൊണ്ട് സത്യം പറയിക്കാം. പക്ഷേ കോടതിയിൽ വന്നവൻ മാറ്റി പറയും. അവന്റെ ഷട്ടിൽ തെറിച്ചിരിക്കുന്നത് പ്രവീൺ രക്താണെന്ന് നമുക്കറിയാലോ. ആ റിസൾട്ട് മാത്രം മതി ഏത് കോടതിക്കും അവനെ ശിക്ഷിക്കാൻ. Would you state name and occupation for the records, please? കിഷോർ വർമ്മ IPS, Assistant Superintendent of Police, Special Investigation Unit. Mr. Officer, എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ കൃഷ്ണപ്രസാദിനെതിരെ കേസ് ചാർജ് ചെയ്തത്? വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. സംഭവം നടന്ന രാത്രിയെക്കുറിച്ച് അയാൾ പറഞ്ഞതെല്ലാം നുണയായിരുന്നു. അയാളുടെ ഷട്ടിൽ തെറിച്ച രക്തം പ്രവീണിന്റേതാണെന്ന് DNA ടെസ്റ്റിൽ തെളിഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റാരെങ്കിലുമാണ് ഈ കൊല നടത്തിയതെന്ന് ആർക്കും തെളിയിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. നിങ്ങളുടെ കണ്ടെത്തലിൽ പ്രതി എന്തിനു വേണ്ടിയിട്ടാണ് ഈ കൊല നടത്തിയത്? രാജകുടുംബത്തിലെ അംഗമാകാൻ കഴിഞ്ഞാൽ കൃഷ്ണപ്രസാദിന് രാജസ്വത്തിന്റെ അവകാശം കിട്ടും. അതിന് തടസ്സമായി നിന്ന പ്രവീണാണ്. അതിന്റെ പേരിൽ പ്രതിക്ക് പ്രവീണിനോട് കടുത്ത ശത്രുതയുണ്ടായിരുന്നു. അതായത് പ്രവീൺ കൊല്ലപ്പെട്ടാൽ രാജപദവിക്ക് പുറമെ ഏതാണ്ട് 10 കോടിയോളം വരുന്ന സ്വത്തുക്കളും കൃഷ്ണപ്രസാദിന് ലഭിക്കും, അല്ലേ? അതെ. നോ മോർ ക്വസ്റ്റ്യൻസ്, യുവർ ഓണർ. യുവർ വിറ്റ്നസ്. താങ്ക് യു, യുവർ ഓണർ. ഓഫീസർ, എന്റെ കക്ഷിയായ കൃഷ്ണപ്രസാദിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം തെളിഞ്ഞാൽ അയാൾക്ക് വധശിക്ഷ കിട്ടുമെന്നുള്ള കാര്യം താങ്കൾക്കറിയാമോ? അറിയാം. കൃഷ്ണപ്രസാദിന് വധശിക്ഷ കിട്ടിയാൽ അയാൾക്ക് അർഹതപ്പെട്ട 10 കോടിയോളം വരുന്ന സ്വത്തുക്കൾ ആർക്കാണ് ലഭിക്കുക? രാമവർമ്മ വലിയ തമ്പുരാനും അദ്ദേഹത്തിന്റെ സ്യാലൻ പ്രതാപവർമ്മയ്ക്കും. ഈ പ്രതാപവർമ്മ താങ്കളുടെ അച്ഛനല്ലേ? അതെ. അപ്പോൾ കൃഷ്ണപ്രസാദിന് വധശിക്ഷ ലഭിച്ചാൽ താങ്കളുടെ അച്ഛന് 5 കോടിയോളം വരുന്ന സ്വത്തുക്കൾ ലഭിക്കും, ശരിയല്ലേ? ശരിയാണ്. ആ സ്വത്തിന് വേണ്ടിയല്ലേ നിരപരാധിയായ കൃഷ്ണപ്രസാദിന്റെ മേൽ നിങ്ങൾ ഈ കുറ്റം ചുമത്തിയത്? ഒബ്ജക്ഷൻ, യുവർ ഓണർ. സസ്റ്റെയിൻഡ്. നോ മോർ ക്വസ്റ്റ്യൻസ്, യുവർ ഓണർ. വിറ്റ്നസ് ഈസ് എക്സ്ക്യൂസ്ഡ്. നിങ്ങളും കിഷോർ വർമ്മ IPS തമ്മിൽ ശത്രുതയിലാണല്ലേ? അല്ല. പിന്നെന്തിനാണ് നിങ്ങൾ തമ്മിൽ ഈ കേസിന്റെ പേരിൽ ഇങ്ങനെ മത്സരിക്കുന്നത്? എനിക്ക് ആരോടും മത്സരമില്ല. മത്സരമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ കേസ് റീഓപ്പൺ ചെയ്തത്? ഈ കേസിന്റെ അന്വേഷണത്തിൽ തുടക്കം മുതൽ എനിക്ക് സംശയം തോന്നിയതുകൊണ്ട്. സംശയം തോന്നിയത് അന്വേഷണത്തെ കുറിച്ചോ അതോ അന്വേഷണം നടത്തിയ ഓഫീസറെ കുറിച്ചോ? അന്വേഷണം നടത്തിയ രീതിയെക്കുറിച്ച്. അതുകൊണ്ട് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ അന്വേഷണം നടത്തി. അതെ. എന്നിട്ട് മറ്റാരെങ്കിലുമാണ് ഈ കൊല നടത്തിയതെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? ഇല്ല. അതായത് പ്രവീണിനെ കൊല്ലാൻ മാത്രം ശത്രുതയുള്ള മറ്റൊരാളെ കണ്ടെത്താൻ താങ്കൾക്ക് സാധിച്ചില്ല, അല്ലേ? അതെ. നോ മോർ ക്വസ്റ്റ്യൻസ്, യുവർ ഓണർ. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മിസ്റ്റർ ഓഫീസർ. താങ്കൾ ഇപ്പോൾ പറഞ്ഞതിന്റെ അർത്ഥം കൃഷ്ണപ്രസാദ് തന്നെയാണ് കൊലയാളിയെന്ന് താങ്കൾക്കും ബോധ്യമായി എന്നല്ലേ? അല്ല. പിന്നെ ഈ കൊല നടത്തിയത് കൃഷ്ണപ്രസാദ് ആണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. കമോൺ ഓഫീസർ, ഇത്രയധികം തെളിവുകൾ കിഷോർ വർമ്മ കണ്ടെത്തിയിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് അത് അംഗീകരിക്കാത്തത്? ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി കണ്ടെത്തിയിരിക്കുന്നത് കൃഷ്ണപ്രസാദിന്റെ ഷട്ടിൽ തെറിച്ച രക്തമാണ്. ആ രക്തം പ്രവീണിന്റേതാണെന്ന് തെളിഞ്ഞത് DNA ടെസ്റ്റിലൂടെയാണ്. ആ ടെസ്റ്റ് ശരിയായ രീതിയിലാണോ നടത്തിയതെന്ന് എനിക്ക് സംശയമുണ്ട്. എന്നുവെച്ചാൽ ഈ DNA ടെസ്റ്റിന്റെ റിസൾട്ട് ശരിയല്ല. ഒബ്ജക്ഷൻ, യുവർ ഓണർ. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഫോറൻസിക് ലാബിലാണ് ഡിപ്പാർട്ട്മെന്റ് ഈ ടെസ്റ്റ് നടത്തിയത്. അതേ ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസർ തന്നെയാ ഇപ്പൊ അതിനെക്കുറിച്ച് സംശയം പറയുന്നത്. ഓവർ റൂൾഡ്. മിസ്റ്റർ ഓഫീസർ,
സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഫോറൻസിക് ലാബിൽ നടത്തിയ ഈ DNA ടെസ്റ്റിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ സംശയം? സർ, DNA ടെസ്റ്റ് തന്നെ പലതരത്തിലുണ്ട്. ഇത് ഇത്രയും പ്രധാനപ്പെട്ട തെളിവാകുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പോളിമാർക്കർ DNA ടെസ്റ്റ് തന്നെ നടത്തേണ്ടതായിരുന്നു. യുവർ ഓണർ, കൂടുതൽ വിശദമായ DNA ടെസ്റ്റ് നടത്താൻ പ്രോസിക്യൂഷൻ തയ്യാറാണ്. അതിന് ബഹുമാനപ്പെട്ട കോടതി സമയം അനുവദിക്കണം. റിക്വസ്റ്റ് ഈസ് ഗ്രാൻഡഡ്. ഈ മാസം 24-ന് ഈ കേസ് വീണ്ടും കേൾക്കുന്നതാണ്. അന്നേ ദിവസം ടെസ്റ്റിന്റെ റിസൾട്ട് ഹാജരാക്കാൻ ഈ കോടതി ഉത്തരവാകുന്നു. എന്താ ഡോക്ടർ അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞത്? ഒരു പ്രശ്നമുണ്ട്. കോടതി നിർദ്ദേശിച്ച പോലെ ഞാൻ ആ ബ്ലഡിന്റെ വിശദമായ DNA ടെസ്റ്റ് നടത്തി. പക്ഷേ ഇപ്പൊ അത് മാച്ചാവണില്ല. എന്നുവെച്ചാ കൃഷ്ണപ്രസാദിന്റെ ഷട്ടിൽ പറ്റിയിരിക്കുന്ന രക്തം പ്രവീണിന്റേതല്ല, മറ്റാരുടേതാണ്. അതെങ്ങനെ സംഭവിക്കും? നമുക്കെവിടെയോ തെറ്റുപറ്റി. ഇപ്പൊ കിട്ടിയ DNA ടെസ്റ്റിന്റെ ഫലം കോടതിയിലെത്തിയാൽ ആ നിമിഷം കോടതി അയാളെ വെറുതെ വിടും. ഒരുപക്ഷെ വിവേക് പറഞ്ഞതായിരിക്കുമോ ശരി? മേൽപ്പറഞ്ഞ സാഹചര്യങ്ങളിൽ പ്രതിക്കെതിരെ ആരോപിക്കപ്പെട്ടിട്ടുള്ള കുറ്റം നിലനിൽക്കുന്നതല്ല. ആയതിനാൽ പ്രതിയെ നിരുപാധികം വിട്ടയക്കുവാൻ ഈ കോടതി ഉത്തരവായിരിക്കുന്നു. കേസിന്റെ അന്വേഷണത്തിൽ ഇത്രയും ഗുരുതരമായ വീഴ്ച വരുത്തിയ പോലീസിനെയും പ്രത്യേകിച്ച് ASP കിഷോർ വർമ്മയെയും ഈ കോടതി ഏറ്റവും ശക്തമായ ഭാഷയിൽ ശാസിക്കുന്നു. എങ്ങനെയാ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. നന്ദി പറയേണ്ടത് എന്നോടല്ല, വലിയ തമ്പുരാനോടാ. ഒരു മകൻ നഷ്ടപ്പെട്ട വേദനയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം നിനക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തത്. അത് മറക്കരുത്. ഞാനിനി ഒരിക്കലും ഇവിടെ വരില്ല. ഇവിടുത്തെ സ്വത്തോ പദവിയോ ഒന്നും വേണ്ട. ഈ അംഗീകാരം മാത്രം മതി എനിക്ക്. നീ എവിടെയും പോണ്ട. ഇനി നീയും ഇവിടുത്തെ ഒരംഗ. ഇവനെ രക്ഷിക്കണമെന്ന് ഞാൻ പറയുമ്പോഴും തനിക്കത് സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോഴും ഇവക്കുറപ്പുണ്ടായിരുന്നു അത് നടക്കുന്ന. ആ ഉറപ്പിന് ഞാൻ ഇവക്കൊരു വാക്കും കൊടുത്തിരുന്നു. ആദ്യം പ്രശ്നങ്ങളൊക്കെ തീരട്ടെ, ആ വാക്ക് ഞാൻ പാലിക്കും. അങ്ങക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല, IPS ട്രെയിനിങ്ങിന് പോകുമ്പോൾ അങ്ങ് ഞങ്ങൾക്കൊരു ഉപദേശം തന്നിരുന്നു. മുഖം നോക്കാതെ നീതി നടപ്പാക്കുന്ന രാജവംശത്തിൽ ജനിച്ചവരാ നമ്മളൊക്കെ എന്ന്. ആ രാജധർമ്മം ഞങ്ങൾ ചെയ്യുന്ന ജോലിയിലും കാണിക്കണമെന്ന്. അതുകൊണ്ട് തന്നെയാ അങ്ങയുടെ മകനാണെന്ന് അറിഞ്ഞിട്ടും വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൃഷ്ണപ്രസാദിനെ ഞാൻ അറസ്റ്റ് ചെയ്തത്. എനിക്കിപ്പോ ഒന്നറിയണം, അങ്ങയുടെ അറിവോടെയാണോ ഈ ചതി നടന്നത്? ചതിയോ? എന്ത് ചതി? നീ എന്തൊക്കെയായി പറയുന്നത്? കൃഷ്ണപ്രസാദ് രക്ഷപ്പെട്ടത് ചതിയിലൂടെയാണ്, തെളിവിൽ കൃത്രിമം കാണിച്ച്. രാജധർമ്മം കാത്തു സൂക്ഷിക്കുമെന്ന് അങ്ങയ്ക്ക് വാക്കുതന്ന് ഇവനാണ് ഈ ചതി ചെയ്തത്. പ്രവീണിന്റെ രക്തം പുരണ്ട കൃഷ്ണപ്രസാദിന്റെ ആ ഷർട്ട് ഇവൻ ലാബിൽ നിന്ന് എടുത്ത് മാറ്റി. എന്നിട്ട് വേറെ ആരുടെയോ രക്തം പുരണ്ട മറ്റൊരു ഷർട്ട് പകരം വെച്ചു. പോലീസിനുള്ളിൽ തന്നെയുള്ള ഒരാൾക്കേ ഇത് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് കൃത്രിമ തെളിവ് സൂക്ഷിച്ചിരുന്ന ഈ ബാഗാണ് ഞാൻ ആദ്യം പരിശോധിച്ചത്. ഫോറൻസിക് ആവശ്യത്തിനുള്ള പ്രത്യേകതരം ബാഗാണിത്. ഇതിന്റെ പുറത്ത് ഒരുതരം സീരിയൽ നമ്പർ പതിപ്പിച്ചിട്ടുണ്ട്. സാധാരണ വെളിച്ചത്തിൽ നോക്കിയാൽ അത് കാണില്ല. അൾട്രാ വയലറ്റ് വെളിച്ചത്തിൽ മാത്രമേ അത് കാണാൻ കഴിയൂ. ഈ ബാഗിലെ നമ്പർ പരിശോധിച്ചപ്പോഴാണ് ഇത് പഴയ ബാഗ് അല്ല എന്ന് മനസ്സിലായത്. അപ്പോ ഈ സീരീസ് നമ്പറുള്ള ബാഗുകൾ ആരാണോ കൈവശം വെച്ചിരിക്കുന്നത് അയാൾ തന്നെയാണ് കൃത്രിമം കാണിച്ചിരിക്കുന്നത്. ഇവൻ കൈവശം വെച്ചിരുന്ന ബാഗാണിത്. എന്ത് വില കൊടുത്തും കൃഷ്ണപ്രസാദിനെ രക്ഷപ്പെടുത്തുക, അത് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. എന്നിട്ട് പ്രീതുവിനെ സ്വന്തമാക്കുക. പറയടാ, എന്നെ തോൽപ്പിക്കാൻ വേണ്ടി നീയല്ലേ ചെയ്തത്? അതേടാ, ഞാൻ തന്നെയാ ചെയ്തത്. നിരപരാധിയായ ഒരു പാവത്തിന്റെ തലയിൽ കൊലക്കുറ്റം ചുമത്തി നീ ജയിക്കാൻ നോക്കിയപ്പോ ഞാനത് തടഞ്ഞു. അത് ചതിയെങ്കിൽ ചതി. കൃഷ്ണപ്രസാദിനെ ഞാൻ രക്ഷിച്ചു. ഇനി നിനക്കെന്നല്ല ഒരാൾക്കും ഒരു കാലത്തും അവനൊന്നും ചെയ്യാനാവില്ല.
സാർ, ഞാൻ മാത്രമല്ല സാർ തെളിവിൽ കൃത്രിമം ഉണ്ടാക്കിയത്. കൃഷ്ണപ്രസാദിനെതിരെ കിഷോർ ഉണ്ടാക്കിയ ഓരോ തെളിവുകളും കൃത്രിമ തെളിവുകളായിരുന്നു. അവനെ പ്രതിയാക്കാൻ മറ്റാരോ വെച്ച കെണി തിരിച്ചറിയാൻ ഇവന് കഴിഞ്ഞില്ല. കൃത്രിമ തെളിവിന്റെ അടിസ്ഥാനത്തിൽ നീ അവനെ ശിക്ഷിക്കാൻ ഒരുങ്ങിയപ്പോ അവനെ രക്ഷിക്കാൻ എനിക്കും കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കേണ്ടി വന്നു. അങ്ങനെ ഒരു കുറ്റവാളി ഉണ്ടായിരുന്നെങ്കിൽ നീ അയാളെ കണ്ടെത്തണമായിരുന്നു. എന്താ ഇവന് കേസ് ഫയൽ ക്ലോസ് ചെയ്യേണ്ടി വന്നത്? ഇവൻ സംശയിച്ച ആള് കുറ്റവാളി ആയിരുന്നില്ല. ഒടുവിൽ ഇവന് തന്നെ അന്വേഷണം അവസാനിപ്പിച്ച് ഫയൽ ക്ലോസ് ചെയ്യേണ്ടി വന്നു. സർ, ഡിപ്പാർട്ട്മെന്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും നാണംകെട്ട ചതിയാണ് അവൻ ചെയ്തത്. ഇല്ലാത്തൊരു കുറ്റവാളിയുടെ പേരും പറഞ്ഞ് യഥാർത്ഥ കൊലയാളിയെ അവൻ രക്ഷപ്പെടുത്തി. മിസ്റ്റർ വിവേക്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല സർ. ഡു യു വാണ്ട് ടു എൻ്റർ എ പ്ലീ? നോ സർ. Then you are dismissed from the service and you are under arrest. Kishore, sir, arrest him. Yes, sir. Come on. കിഷോർ, ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്ക്. വിവേക് നിരപരാധിയാ. ഞാനുണ്ടാക്കിയ കുഴപ്പത്തിന്റെ പേരില് വിവേകിനെ ശിക്ഷിക്കരുത്, പ്ലീസ്. ഇനി കിഷോർ വിചാരിച്ചാലേ വിവേകിനെ രക്ഷിക്കാൻ പറ്റും. പ്ലീസ് കിഷോർ, വിവേകിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ജോലിയിൽ നിന്നുള്ള ഡിസ്മിസൽ ശിക്ഷയെ പരിഗണിച്ച് കൂടുതൽ കേസുകൾ ഞാൻ ചാർജ് ചെയ്യാതിരിക്കാം. അങ്ങനെയാവുമ്പോൾ ജയിൽ ശിക്ഷ ഒഴിവാക്കാനാവും. അത് ഞാൻ ചെയ്യാം പ്രീതുവിന് വേണ്ടി. പക്ഷെ അതിന് പകരമായി പ്രീതു എനിക്കൊരു വാക്ക് തരണം. എന്ത് വാക്ക്? പ്രീതു അവനെ മറക്കണം, എന്നിട്ട് എന്റേതാവണം. പ്രീതുവിനെ ഏറ്റവും കൂടുതലായി അർഹിക്കുന്ന മുറച്ചെറുക്കനാണ് ഞാൻ. ചെറുപ്പം മുതലേ പ്രീതുവിനെ ഞാൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ളതും. പക്ഷെ ഇടയ്ക്ക് എവിടെയോ വെച്ച് പ്രീതു അത് ഓർക്കാതെ പോയി. അച്ഛന് കൊടുത്ത വാക്കനുസരിച്ചല്ല പ്രീതു എന്റേതാവേണ്ടത്. എന്നെ സ്നേഹിക്കുന്ന പെണ്ണായിട്ട് തന്നെ വേണം നീ എൻ്റെ ഭാര്യയാവാൻ. വ്യക്തിപരമായും പ്രൊഫഷണലായും എന്നോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ചതിയാവും ചെയ്തത്. അതിന് പകരം വീട്ടാനുള്ള സുവർണ അവസരം എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. പക്ഷെ അതൊക്കെ ഞാൻ വേണ്ടെന്ന് വയ്ക്കാം. അവനെ ഞാൻ രക്ഷപ്പെടുത്തുകയും ചെയ്യാം. നീ എന്റേതാവെങ്കിൽ മാത്രം. പറ, സമ്മതമാണോ? പക്ഷെ ഇനി ഒരു നിമിഷം പോലും വിവേക് ജയിലിൽ കിടക്കാൻ പാടില്ല. ഓക്കെ, ഓൾ റൈറ്റ്. അവനുമായിട്ടുള്ള ബന്ധത്തിന്റെ ആഴം എനിക്കറിയാം. നമ്മുടെ വിവാഹം കഴിഞ്ഞ് അതിന്റെ പേരിൽ ഞാനൊരു പ്രശ്നം ഉണ്ടാക്കില്ല. എന്റെ ജീവനായിട്ട് തന്നെയാ പ്രീതുവിനെ ഞാൻ സ്വീകരിക്കുന്നത്. അത്രയ്ക്ക് ഇഷ്ടം എനിക്ക്. പ്രീതിക്കുഞ്ഞ് അറിഞ്ഞോ? വിവേകിനെ ജയിലിൽ നിന്ന് വിട്ടു. പക്ഷെ അവൻ എത്ര വിളിച്ചിട്ട് ഇങ്ങോട്ട് വരില്ല. മോള് വിളിച്ച അവൻ വരും. ഇല്ല, ഇനി ഞാൻ വിളിച്ചാലും വരില്ല. തമ്പുരാൻ വിളിച്ചിട്ട് അവൻ വന്നില്ല. അതുകൊണ്ട് അവനെ കാണാൻ ആൾ അങ്ങോട്ട് പോയിരിക്കാം. ഒരു പെണ്ണിനെ സ്വന്തമാക്കാൻ വേണ്ടി മാത്രം നീ ഇത്രയും വലിയ തെറ്റ് ചെയ്യില്ലെന്ന് എനിക്കറിയാം. അതിന്റെ പിന്നിൽ വേറെ എന്തോ ആണ്. നിന്റേതായ രീതിയിൽ തുടങ്ങിയ ഒരു അന്വേഷണം പെട്ടെന്നൊരു ദിവസം നീ അവസാനിപ്പിച്ചു. എന്താണ് അതിന്റെ കാരണം? എനിക്കറിയണം. എവിടെയാണ് നിനക്ക് വഴിതെറ്റിയത്? എന്തിനാണ് അന്വേഷണം അവസാനിപ്പിച്ചത്? എന്റെ തിയറി അനുസരിച്ച് ക്യാപ്റ്റൻ നന്ദകുമാർ ആയിരുന്നു യഥാർത്ഥ കൊലയാളി. പക്ഷേ ഇരുമ്പുകൂടിയിൽ പറ്റി രക്തം അയാളുടേതെല്ലാം തെളിഞ്ഞപ്പോൾ എനിക്ക് പരാജയം സമ്മതിക്കേണ്ടി വന്നു. പക്ഷേ ക്യാപ്റ്റൻ നന്ദകുമാർ ജോലി ചെയ്തിരുന്ന ഇൻഫൻട്രി യൂണിറ്റിൽ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് അയാൾ പെട്ടെന്നൊരു ദിവസം അവധിയെടുത്ത് കേരളത്തിലേക്ക് പോന്നു. ആ വിവരമാണ് എന്നെ ഈ കേസിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവന്നത്. കാരണം കല്യാണം കഴിക്കാൻ വരുന്ന ഒരാൾ എന്തുകൊണ്ട് മുൻകൂട്ടി അവധിക്ക് അപേക്ഷിച്ചില്ല? ആ കല്യാണത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നി. ഞാനതേക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു. കല്യാണത്തിന്റെ ക്ഷണക്കത്ത് കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ക്യാപ്റ്റൻ നന്ദകുമാർ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ നമ്മളൊക്കെ അറിയും. അന്ന് സ്പോൺസർ ചെയ്യാമെന്നേറ്റിരുന്ന ദീപ. ദീപയോ? അതെ, ദേവരാജന്റെ അനിയത്തി ദീപയാണ് ക്യാപ്റ്റൻ നന്ദകുമാറിന്റെ മുറപ്പെണ്ണ്. എല്ലാവരും പുറത്തുപോയ സമയത്ത് കൂടുതൽ അന്വേഷണത്തിനായി ഞങ്ങൾ ക്യാപ്റ്റൻ നന്ദകുമാറിന്റെ വീട്ടിലെത്തി. സാമാന്യം നല്ലൊരു വീടാണത്. അതിന്റെ അതിരുകൾ തിരിച്ചിരിക്കുന്നത് വലിയ കോൺക്രീറ്റ് കട്ടകൾ ഉപയോഗിച്ചാണ്. അതിലൊരു പൊട്ടിയ കട്ടയുടെ പകുതി ഭാഗം മാത്രമേ യഥാസ്ഥാനത്തുള്ളൂ. സാർ, ഇതുകൊണ്ടെന്താ പ്രയോജനം? അതാണ് നമുക്കും അറിയേണ്ടത്. അതിന്റെ കാണാതായ ബാക്കി പകുതി ഭാഗം അടുത്ത കാലത്ത് മാത്രമാണ് അവിടെ നിന്ന് എടുത്തു മാറ്റിയത്. ആ വീട്ടിലോ പറമ്പിലോ ഒരു സ്ഥലത്തും ഇതിന്റെ മറ്റേ പകുതി കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞില്ല. എന്തെങ്കിലും വ്യക്തമായൊരു ഉപയോഗത്തിനല്ലാതെ ഇത്രയും ഭാരമുള്ളൊരു കോൺക്രീറ്റ് കട്ട ആരും എടുത്തോണ്ടുമില്ല. എന്തായിരിക്കും ഉപയോഗം? മിസ്റ്റർ ഷെരീഫ്,
ഇന്ന് രാത്രി നമുക്ക് ആ കിണറൊന്ന് പരിശോധിക്കണം. ഇതിന്റെ നമ്പർ കണ്ടോ? ചണ്ഡീഗറിലെ ഇൻഫൻട്രി യൂണിറ്റിൽ നിന്ന് മോഷണം പോയ തോക്കാത്. അയാളെ അറസ്റ്റ് ചെയ്തേ സാർ. ആ എക്സൈറ്റഡ് ആവാൻ വരട്ടെ. കൊല നടത്തിയത് നന്ദകുമാറാണെന്ന് ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല. അതിന് ഇത്രയും തെളിവ് പോരെ? പോരാ. കൃഷ്ണപ്രസാദിന്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ മറ്റാരോ കൊല നടത്തിയ ശേഷം തന്നെ ചതിക്കുവാൻ വേണ്ടി തോക്ക് തന്റെ പറമ്പിലെ കിണറ്റിൽ കൊണ്ടിട്ടതാണെന്ന് നന്ദകുമാർ വാദിച്ചാൽ അത് തെറ്റാണെന്ന് നമ്മൾ എങ്ങനെ തെളിയിക്കും? ഈ തോക്ക് കൈവശം വെച്ചിരുന്ന ആൾ കൊല നടന്ന ദിവസം പ്രവീണിന്റെ ബംഗ്ലാവിൽ ചെന്നിരുന്നു എന്ന് തെളിയിക്കാൻ നമുക്ക് പറ്റണം. എങ്കിൽ മാത്രമേ നമുക്ക് നന്ദകുമാറിനെ സംശയിക്കാൻ പറ്റൂ. അതിന് എന്ത് ചെയ്യും സാർ? അതിന് നമുക്ക് ഒരു തെളിവ് കൂടെ ബാക്കിയുണ്ട്. Captain Nandakumar? Yes? You are under arrest. No. ജനിച്ചത് വല്ലാർപാടത്ത്. പട്ടാളക്കാരനായ അച്ഛന്റെ കൂടെ ഉത്തരേന്ത്യയിൽ പല ഭാഗത്തായി വിദ്യാഭ്യാസം. പിന്നീട് കരസേനയിൽ ഓഫീസർ. അതിർത്തിയിൽ നാടിന്റെ മാനം കാത്തതിന് നിരവധി മെഡലുകൾ. പക്ഷെ പണം കൊടുത്താൽ ആരെയും കൊല്ലുന്ന വാടക കൊലയാളി അല്ലടാ. പറയടാ, പ്രവീണിനെ കൊല്ലാൻ നിനക്ക് ആരാടാ പണം തന്നത്? എനിക്ക് ആരും പണം തന്നിട്ടില്ല. ഞാൻ ആരെ കൊന്നിട്ടുമില്ല. ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുള്ളത് കുറ്റം തെളിയിക്കാൻ ആരെയും തല്ലരുതെന്നാണ്. പക്ഷേ അത് ചെയ്താലേ നിന്നെ പോലുള്ളവനൊക്കെ സത്യം പറയൂ. പറയണം. 12-ാം തീയതി ഉച്ചയ്ക്ക് തിരക്കിട്ട് നീ ഡൽഹിയിൽ നിന്ന് പുറപ്പെടുമ്പോ നിന്റെ ലക്ഷ്യം വിവാഹമായിരുന്നില്ല. ദൗത്യം പ്രവീണിനെ കൊല്ലുകയായിരുന്നു. ഡൽഹിയിൽ നിന്നും ഭോപ്പാലിൽ നിന്നും സേലത്ത് നിന്നുമെല്ലാം നീ രജനിയെ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. പബ്ലിക് ബൂത്തിൽ നിന്ന് വിളിച്ചത് നീയല്ലാന്ന് വേണമെങ്കിൽ നിനക്ക് കോടതിയിൽ വാദിക്കാം. പക്ഷേ ആ സമയത്തെല്ലാം നീ സഞ്ചരിച്ചിരുന്ന ട്രെയിൻ അതാത് സ്റ്റേഷനുകളിൽ ഉണ്ടായിരുന്നു എന്നതിന് റെയിൽവേയുടെ ലോഗ് ബുക്ക് തെളിവാ. ഇനി മറ്റൊന്നിനു കൂടി നീ ഉത്തരം പറഞ്ഞേ പറ്റൂ. ചണ്ഡീഗറിലെ ഇൻഫൻട്രി യൂണിറ്റിൽ നിന്ന് കാണാതെ പോയ തോക്ക് നിന്റെ വീട്ടിലെ കിണറ്റിൽ എങ്ങനെ വന്നു? ഇനിയും നീ രക്ഷപ്പെടാന്ന് കരുതണ്ട. സത്യം പറയടാ, പ്രവീണിനെ കൊല്ലാൻ നിനക്ക് പണം തന്നത് കിഷോറിന്റെ അച്ഛൻ പ്രതാപ് ഓർമ്മയല്ലേ? അല്ല, അവനെ കൊല്ലാനുള്ള തീരുമാനം എന്റേത് മാത്രമായിരുന്നു. നിഷ്കളങ്കയായ ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചവനാണ് അവൻ. കുഞ്ഞുനാൾ മുതൽ നിങ്ങൾ സ്നേഹിച്ച പെണ്ണിനെ ഇങ്ങനെ ഒരു തമ്മാടി നശിപ്പിച്ചാൽ നിങ്ങളും ഇത് തന്നെ ചെയ്യുമായിരുന്നു. ആത്മാഭിമാനമുള്ള ഏത് പുരുഷനും ഇതേ ചെയ്യൂ. നന്ദകുമാറിന്റെ മൊഴി അനുസരിച്ച് ഞങ്ങൾ ദേവരാജനെയും അറസ്റ്റ് ചെയ്തു. ഉണ്ടായതെല്ലാം അവൻ തുറന്നു പറഞ്ഞു. പ്രവീണിനെ കുറിച്ച് ദേവരാജ് വെളിപ്പെടുത്തിയ സത്യങ്ങൾ വിശ്വസിക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു. പുറമേക്ക് കാണുന്ന പോലെ ഒരു മാന്യനായിരുന്നില്ല പ്രവീൺ. സ്ത്രീകൾ അയാൾക്കൊരു ബലഹീനതയായിരുന്നു. രജനിയാണ് പ്രവീണിന് വേണ്ടി പുതിയ പുതിയ പെൺകുട്ടികളെ കണ്ടെത്തിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം സ്പോൺസർഷിപ്പിന്റെ കാര്യത്തിനെന്നും പറഞ്ഞ് രജനി വളരെ തന്ത്രപൂർവ്വം ദീപയെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ എത്തിച്ചു. അവിടെ വെച്ച് ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചതുവരെ അവൾക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഉണരുമ്പോൾ അവൾക്കെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. അതേക്കുറിച്ച് ചോദിക്കാനാണ് ഞാനന്ന് പ്രവീണിന്റെ ഓഫീസിൽ ചെന്നത്. പക്ഷെ അയാൾ എന്നെ ഭീഷണിപ്പെടുത്തി വിട്ടു. അവിടുന്ന് ഞാൻ കണ്ണീരോടെയാണ് ഇറങ്ങി പോകുന്നത്. ദീപ ആത്മഹത്യയുടെ വാക്കിലായിരുന്നു. അവളെ ആശ്വസിപ്പിക്കാൻ എനിക്കായില്ല. ഒടുവിൽ ഞാൻ നന്ദേട്ടനെ വിളിച്ചു. ഈ വിവരം അറിഞ്ഞപ്പോ എന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് സാറിന് ഊഹിക്കാലോ. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ദീപ എന്റേതായിരുന്നു. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അവളെ ഉപേക്ഷിക്കില്ലെന്ന് ഉറപ്പു കൊടുത്തു. ഒടുവിൽ ദീപ ഒരുവിധം നോർമലായി. ഈ സമയത്താണ് ഒരു ദിവസം രജനി വീണ്ടും ദീപയെ വിളിച്ചത്. പ്രവീണിന് ദീപയെ വീണ്ടും വേണമെന്ന് അറിയിക്കാൻ. പറ്റില്ലെന്ന് ദീപ പറഞ്ഞപ്പോ രജനി അവളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി. അന്ന് പ്രവീൺ അവളുടെ ചിത്രങ്ങൾ എടുത്തിട്ടുണ്ടെന്നും
ചെന്നില്ലെങ്കിൽ അത് മഞ്ഞപത്രങ്ങൾക്ക് അയച്ചു കൊടുക്കുമെന്നായിരുന്നു ഭീഷണി. നിങ്ങൾ എന്തുകൊണ്ട് പോലീസിൽ പരാതിപ്പെട്ടില്ല? ഇത്രയും സ്വാധീനമുള്ള ഒരാൾക്കെതിരെ പോലീസിൽ പരാതി കൊടുത്ത് വിജയിക്കാൻ ഞങ്ങളെപ്പോലുള്ളവർക്ക് പറ്റുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഇനി സത്യസന്ധമായി പോലീസ് അന്വേഷിച്ചാൽ പോലും എന്താ ഉണ്ടാവുക? തെളിവെടുപ്പെന്ന് പറഞ്ഞ് കേരളം മുഴുവൻ അവളെ സഞ്ചരിക്കുന്ന കാഴ്ച ബംഗ്ലാവ് പോലെ കൊണ്ടു നടക്കും. പൊടിപ്പും തൊങ്ങലും വെച്ച് പത്രങ്ങളത് ആഘോഷിക്കും. അതുകൊണ്ടാ സാർ ഞാൻ വീണ്ടും നന്ദേട്ടനെ വിളിച്ചേ. ദേവന്റെ ഫോൺ കിട്ടിയ ആ നിമിഷം തന്നെ രജനിയുടെയും പ്രവീണിന്റെ കൊലപാതകം ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. എത്രയും വേഗം നാട്ടിലെത്തി അവരെ കൊല്ലാനും ദീപയെ കല്യാണം കഴിക്കാനും ഞാൻ തീരുമാനിച്ചു. അന്ന് തന്നെ ലീവും എടുത്തു. പരിചയമില്ലാത്തവർക്ക് വേണ്ടി പ്രവീൺ രാത്രി വാതിൽ തുറക്കില്ല. അതിനാൽ രജനിയെ ഉപയോഗിച്ച് മാത്രമേ പ്രവീണിന്റെ ബംഗ്ലാവിൽ കയറാനാവൂന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ഡൽഹിയിൽ നിന്ന് നാട്ടിൽ വരുന്ന ഒരു കസ്റ്റമറാണ് ഞാനെന്നും ഇഷ്ടം പോലെ പണം തരാമെന്നും പറഞ്ഞ് ഞാൻ അവളെ ഫോണിൽ വിളിച്ചു. ആ ട്രാപ്പിൽ അവൾ വീണു. പിന്നെ ഞങ്ങൾ പ്രവീണിന്റെ ശത്രുക്കളുടെ ഒരു ലിസ്റ്റ് എടുത്തു. അതിൽ കൃഷ്ണപ്രസാദ് ആയിരുന്നു ഏറ്റവും സൗകര്യം. അന്ന് തന്നെ അയാളുടെ ഒരു ഷർട്ട് ഞങ്ങൾ കൈക്കലാക്കി. ഒരേ കമ്പനിയുടെ ഒരേ മോഡലിലുള്ള ഒരേ സൈസിലുള്ള പുതിയ 2 ജോഡി ഷൂസുകൾ ഞങ്ങൾ വാങ്ങിച്ചു. അത് ധരിച്ചുകൊണ്ടാണ് ഞങ്ങൾ അന്നത്തെ ദിവസം ആരംഭിച്ചത്. പക്ഷേ അവിടെ കണ്ട കാഴ്ച തീരെ പ്രതീക്ഷിക്കാത്തതായിരുന്നു. വാതിൽ തുറന്നു കിടക്കുമായിരുന്നു. അകത്ത് പ്രവീൺ മരിച്ച നിലയിലും. നിങ്ങൾ ഈ പറഞ്ഞത് നുണയാണ്. അല്ല സർ, ഞാൻ പറഞ്ഞ സത്യമാണ്. പ്രവീണിനെ കൊന്നത് ഞങ്ങളല്ല. ഞങ്ങൾ ചെല്ലുമ്പോൾ പ്രവീൺ മരിച്ചു കിടക്കുമായിരുന്നു. ഞാൻ അടുത്ത് ചെന്ന് നോക്കി. പ്രവീണിന്റെ വലത്ത് കയ്യിൽ എന്തോ ഒന്ന് ചുരുട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കൈക്കലാക്കി. ചുവന്ന നൂലിൽ പന്ത്രക്കെട്ടുള്ള ഒരു രക്ഷ. അതിന്റെ നൂല് മൽപ്പിടുത്തത്തിനിടയിൽ വലിച്ചു പൊട്ടിച്ച നിലയിലായിരുന്നു. അതിനാൽ അത് കൊലയാളിയുടേതാണെന്ന് തീർച്ച. അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കാരണം പ്രവീണിനെ കൊന്നത് ഞാനല്ലെന്ന് തെളിയിക്കാനുള്ള ഒരേ ഒരു തെളിവാണത്. പ്രവീണിനെ കൊന്ന കുറ്റം എന്റെ മേൽ ആരോപിച്ചാൽ ആ തെളിവ് ഞാൻ കോടതിയിൽ സമർപ്പിക്കും. കാരണം പ്രവീണിനെ കൊന്നത് കൊട്ടാരത്തിനുള്ളിൽ തന്നെയുള്ള ആരോ ആണ്. പ്രവീൺ മരിച്ചാൽ ആർക്കാണ് ഏറ്റവും നേട്ടമുണ്ടാകുന്നതെന്ന് നോക്കിയാൽ മതി സാർ, ആളെ കിട്ടും. പക്ഷെ രജനിയെ കൊന്നത് ഞങ്ങൾ തന്നെ. അതിനിടയിൽ വടികൊണ്ട് ദേവന്റെ കൈമുറിഞ്ഞു. ആ സമയത്ത് തലയിൽ മറയൊഴിച്ച് ഞാൻ അവളുടെ മരണം ഉറപ്പുവരുത്തി. പിന്നീട് കൃഷ്ണപ്രസാദിന്റെ ഷർട്ടിലും ഇരുമ്പുവടിയിലും പ്രവീണിന്റെ രക്തം തെറിപ്പിച്ചു. എന്നിട്ട് ഞാനത് രണ്ടും തോട്ടത്തിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടു. ആ സമയത്ത് ഞാൻ അവരുടെ ബോഡി പുറത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് മുറിയിൽ പെർഫ്യൂം തളിച്ചു. ഒടുവിൽ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ബോഡി കത്തിക്കുകയും ചെയ്തു. പോലീസിനെ വഴി തെറ്റിക്കുക എന്ന ഒറ്റ ഉദ്ദേശമേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. സർ, മുരളീമോഹൻ ശരിക്കും നിരപരാധിയാ. അതുപോലെ തന്നെ ഞാനന്ന് പ്രവീണിനെ കാണാൻ ചെന്നപ്പോൾ ആൾക്കാരുടെയും ഫോൺ വന്നിരുന്നുമില്ല. നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി ഞാൻ അപ്പത്തൊന്നൊരു നുണ പറഞ്ഞത്. നിങ്ങൾ എന്തിനാണ് പ്രീതുവിനെ കൊല്ലാൻ ശ്രമിച്ചത്? അതും പോലീസിനെ വഴിതിരിക്കാൻ വേണ്ടിയായിരുന്നു. ആദ്യം ദേവരാജിനെയും പിന്നെ ദീപയെയും പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അന്വേഷണം ശരിയായ വഴിക്കാണ് നീങ്ങുന്നതെന്ന് ഞങ്ങൾ ഭയന്നു. വീണ്ടും എന്തെങ്കിലും ചെയ്ത് പോലീസിന്റെ വഴി തെറ്റിച്ചില്ലെങ്കിൽ കുഴപ്പമാണെന്ന് ഞങ്ങൾക്ക് തോന്നി. പ്രീതുവിനെ ആരോ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെന്ന് വരുത്തി തീർത്താൽ പോലീസിന്റെ അന്വേഷണം വഴിതെറ്റുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അല്ലാതെ അവളുടെ ദേഹത്ത് ഒരു പോരൽ ഏൽപ്പിക്കാൻ പോലും ഞങ്ങൾക്ക് പ്ലാൻ ഇല്ലായിരുന്നു. സാർ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. എന്റെ പെങ്ങളെ ഈ കേസിൽ ഉൾപ്പെടുത്തരുത്. ഞങ്ങൾ നിർബന്ധിച്ചിട്ട് സാർ മുരളീമോഹന്റെ ഭാര്യയുമായി പ്രവീണിന് ബന്ധമുണ്ടായിരുന്നു എന്ന് ദീപ നുണ പറഞ്ഞത്. രജനിയെ കൊന്നത് ഞങ്ങളാണെന്ന് ഈ നിമിഷം വരെ ദീപയ്ക്ക് അറിയില്ല. സാറിനോട് എനിക്കൊരു അപേക്ഷയുണ്ട്. കുറ്റം മുഴുവൻ ഞാൻ ഏറ്റുകൊള്ളാം. എന്റെ പെങ്ങളെ അളിയനും സാർ വെറുതെ വിടണം. വേണ്ട സാർ, എല്ലാം പ്ലാൻ ചെയ്തത് ഞാനാണ്. ജയിലിൽ ഞാൻ തന്നെ പൊക്കോളാം. നിങ്ങൾ ജയിലിൽ പോയ ദീപയുടെ അവസ്ഥ എന്താവും? ഒരു 14 വർഷം കൂടി കാത്തിരിക്കാനുള്ള കരുത്ത് ഞങ്ങളുടെ സ്നേഹത്തിനുണ്ട് സാർ. അവർ സംരക്ഷിക്കേണ്ട പെണ്ണിന്റെ മാനം പോയത് കാണുമ്പോൾ ആരും ചെയ്തു പോകുന്ന തെറ്റേ അവരും ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് അവർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും ഇട്ടിട്ടാണ് ഞാൻ ഈ കേസ് ക്ലോസ് ചെയ്തത്. കോടതി ശിക്ഷിച്ചാൽ പോലും അതൊരു ചെറിയ ശിക്ഷയാവുള്ളൂ. ഞാനങ്ങനെ ചെയ്തതിന് വേറെയും കാരണങ്ങളുണ്ട്. ദേവരാജും നന്ദകുമാറും നിയമത്തിന്റെ മുമ്പിൽ തെറ്റുകാരായിരിക്കാം, പക്ഷെ നീതിയുടെ മുമ്പിൽ അവർ തെറ്റുകാരല്ല. മിക്ക കേസുകളിലും നിയമം പരിപാലിക്കപ്പെടുമ്പോഴാണ് നീതി നടപ്പാകുന്നത്. എന്നാൽ ചുരുക്കം ചില കേസുകളിൽ നിയമം ലംഘിക്കപ്പെടുമ്പോഴാണ് നീതി നടപ്പാകുന്നത്. നീതി നടപ്പാക്കാൻ വേണ്ടിയാണ് നിയമം. ഇതൊക്കെയല്ലേ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച രാജനീതി? ആ രാജനീതി നടപ്പാക്കാൻ വേണ്ടിയിട്ടല്ലേ അങ്ങയ്ക്ക് സ്വന്തം മകനെ പോലും കൊല്ലേണ്ടി വന്നത്? അത്രയും നീതിമാനായ അങ്ങയെ എനിക്കെങ്ങനെ അറസ്റ്റ് ചെയ്യാൻ കഴിയും?
ചുവന്ന നൂലിൽ മന്ത്രക്കെട്ടുള്ള രക്ഷ ധരിക്കുന്ന ഒരാളെ എന്റെ അറിവിലുള്ളൂ. അതോടൊന്ന് എനിക്ക് തീർച്ചയായി, ഒന്നുകിൽ അങ്ങേ അല്ലെങ്കിൽ പ്രീതൂരെ. ഇതിലൊരാൾ എനിക്ക് നഷ്ടപ്പെടും. അത് ഒഴിവാക്കാനാവില്ല. അങ്ങയെ കുരുതി കൊടുത്തിട്ട് എനിക്ക് പ്രീതുവിനെ സ്വന്തമാക്കണ്ട. സുഭദ്രയുടെ മോൻ അത്രയ്ക്ക് നന്ദി കെട്ടവനല്ല. ഉണ്ടായത് എന്താണെന്ന് ഞാൻ പറയാം. നീ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാലും കൃഷ്ണപ്രസാദിനെ ഞാൻ എന്റെ മകനായി അംഗീകരിച്ചു കഴിഞ്ഞു. ഈ തെണ്ടിയെ തമ്പുരാനാക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കില്ല. അവനെ പറ്റി ഒരു വാക്ക് നീ ഉച്ചരിക്കരുത്. അതിനുള്ള യോഗ്യത നിനക്കില്ല. ലോകത്തുള്ള എല്ലാ കൊള്ളരുതായ്മയും ചെയ്യുന്നവനാണ് നീ. അതറിഞ്ഞിട്ട് ഞാൻ ക്ഷമിക്കുന്നത് നീ എന്റെ ചോരയിൽ പറന്നു പോയതുകൊണ്ടാ. എന്റെ മകനെ അംഗീകരിക്കാൻ എനിക്ക് നിന്റെ സമ്മതം വേണ്ട. അങ്ങ് പോലീസിനാണോ വിളിക്കുന്നത്? അങ്ങ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. രാവിലെ പോലീസ് വന്ന് അന്വേഷിക്കുമ്പോ മദ്യപിച്ച് സ്റ്റെപ്പിന്ന് വീണ് സംഭവിച്ചൊരു അപകട മരണമായിട്ട് കരുതൂ. വരൂ, അങ്ങ് വരുന്നേ. പ്രവീണിന്റെ ബോഡി വേറെ ആരോ കത്തിച്ചു നിറഞ്ഞപ്പോഴാ കൂടുതൽ ഗൗരവമുള്ള മറ്റൊരു കുറ്റകൃത്യം അവിടെ നടന്നു എനിക്ക് മനസ്സിലായത്. അവിടെയാണ് അങ്ങ് കുരുക്കിൽപ്പെട്ടത്. രജനിയെ കൊന്ന കാര്യം പുറത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പ്രവീണിന്റെ ബോഡി കൂടി കത്തിച്ചത്. പക്ഷേ അതോടെ പ്രവീണിന്റെ മരണം ഒരു അപകടമായിരുന്നു എന്ന് തെളിയിക്കാനുള്ള എല്ലാ തെളിവുകളും നഷ്ടപ്പെട്ടു. പക്ഷെ എന്നെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിച്ച പ്രശ്നം മറ്റൊന്നായിരുന്നു. അങ്ങയെ അറസ്റ്റ് ചെയ്യാതിരുന്നാൽ നിരപരാധിയായ കൃഷ്ണപ്രസാദ് ശിക്ഷിക്കപ്പെടും. അതിനാൽ അങ്ങയെയും കൃഷ്ണപ്രസാദിനെയും ഒരേ സമയം എങ്ങനെ രക്ഷിക്കാം എന്നതായിരുന്നു പിന്നീട് എന്റെ ചിന്ത. തെളിവുകളിൽ കൃത്രിമം കാണിക്കല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു. പക്ഷെ ഏതൊരു കുറ്റവാളിയും പിടികൂടുവാൻ ദൈവം ഒരു അടയാളം ബാക്കിയിടും. എന്റെ കാര്യത്തിലും അത് സംഭവിച്ചു. എന്റെ കൈവശം വരുന്ന പ്ലാസ്റ്റിക് ബാഗിൽ പൊതിഞ്ഞാണ് കൃത്രിമ തെളിവുകൾ ഞാൻ തിരികെ വെച്ചത്. ഒരു പ്ലാസ്റ്റിക് ബാഗിൽ പോലും ദൈവത്തിന്റെ വിരലടയാളം ഉണ്ടെന്ന കാര്യം ഞാൻ ഓർക്കാതെ പോയി. അങ്ങേക്ക് തന്ന വാക്ക് ഞാൻ പാലിച്ചു. ഞാനും പ്രീതവും തമ്മിലുള്ള അടുപ്പം ഞാനായിട്ട് തന്നെ അവസാനിപ്പിച്ചു തന്നു. ഇനി കൊട്ടാരത്തിലെ മുറയും കീഴ്വഴക്കൊന്നും തെറ്റിക്കേണ്ടി വരില്ല. എന്തുകൊണ്ടും എന്നേക്കാൾ കൂടുതൽ അവൾ അർഹിക്കുന്നത് കിഷോർ തന്നെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് പ്രീതു ഒരിക്കലും അറിയാനിട വരരുത്. അവൾ കിഷോറിന്റെ ഭാര്യയാവട്ടെ. എന്നിട്ട് അടുത്ത അവകാശികളായി അവരൊന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കട്ടെ. വിവാഹം കഴിഞ്ഞ് ദീപയും കൊണ്ട് ചണ്ഡീഗഡിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് ക്യാപ്റ്റൻ നന്ദകുമാർ എന്നെ കാണാൻ വന്നിരുന്നു. ഞാൻ കൊടുത്ത വിവാഹ സമ്മാനത്തിന് പകരമായി നന്ദകുമാർ തിരിച്ച് എനിക്കൊരു സമ്മാനം തന്നു. അതിനി അങ്ങേക്കുള്ളതാണ്. പ്രീതുവിന് കൊടുത്ത വാക്കനുസരിച്ച് നിന്നെ രക്ഷിക്കാനാണ് ഞാൻ ആദ്യം തീരുമാനിച്ചത്. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും എന്റെ മനസാക്ഷി എന്നെ സമ്മതിക്കുന്നില്ല. കാരണം പ്രവീണിന്റെ കൊലപാതകം എന്റെ അച്ഛന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചവനാ നീ. ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയ പ്രതിയെ രക്ഷപ്പെടുത്തിയിട്ട് നീ മിടുക്കനായിട്ട് അങ്ങ് പോവാന്ന് കരുതണ്ട. യു ആർ അണ്ടർ അറസ്റ്റ്. തമ്പുരാൻ എല്ലാം എന്നോട് പറഞ്ഞു.
ഈ നന്മ എന്ന് പറയുന്നതേ നിന്റെ ഉള്ളിൽ മാത്രമല്ല,